എത്തിയ ശേഷം അപ്പുക്കിളി സമ്മതം മൂളി. അവിടെ ചെന്നിരിക്കൂ, രവി പറഞ്ഞു. ഇരിക്ക്, മാധവൻ നായർ ഉപദേശിച്ചു. അപ്പുക്കിളി മുൻവരിയിൽ സ്ഥലം പിടിച്ചു. പോകുമ്പോൾ മാധവൻ നായർ പറഞ്ഞു, നല്ലോണം പഠിക്കണം കേട്ടോടാ. അപ്പേ, പഠിച്ച് പഠിച്ച് എഞ്ചിനീയറാകണം കേട്ടോ. അപ്പുക്കിളി ഒരിക്കൽ കൂടി മൂളി. ക്ലാസ്സിലെ പാഠം തുടർന്നു. ബോർഡിൽ ഒരു കണക്കെഴുതാനായി രവി തിരിഞ്ഞപ്പോൾ കൊച്ചു സഹറ പതുക്കെ കിളിയുടെ അരികത്തേക്ക് നീങ്ങി. ഒരിലന്തിപ്പഴം അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അവൾ മെല്ലെ പറഞ്ഞു, പേടിക്കണ്ടാട്ടോ. ഒരു ദിവസം മാറാല തൂത്ത് ഞാറ്റുവരെ വെടിപ്പ് വരുത്തുകയായിരുന്നു രവിയും കുട്ടികളും. അവർ ചിലന്തികളെ നായാടി. ചോക്കുകൊണ്ട് നേർവര വരച്ച് ആദം അതിൽ 4 ചത്ത ചിലന്തികളെ കിടത്തിയിരുന്നു. അപ്പുക്കിളി അവയ്ക്കരികിൽ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് ഒന്നിനെ കയ്യിലെടുത്ത് ഊതി ഊതി ജീവിപ്പിക്കാൻ ശ്രമിച്ചു. സാർ സാർ, കുഞ്ഞാമിനെ ചോദിച്ചു. വലിയ വലിയ എട്ടുകാലിയായ എത്ര വലുതാകും സാർ? രവി പള്ളിയുടെ കൊത്തളം ചൂണ്ടിക്കാട്ടി. ദാ അത്ര. യാ റഹ്മാൻ. ചുവരിലെ വിള്ളലുകൾക്കിടയിൽ കൈപ്പടത്തോളം പോന്ന തവിട്ട് നിറത്തിലുള്ള ചിലന്തികൾ പാർത്തുവന്നു. അവ ചുമരിന്മേൽ പറ്റി നിൽക്കുമ്പോൾ കടലാസ് ചുരുട്ടിയെറിഞ്ഞാൽ മതി, തിരിച്ച് വിള്ളലുകളിൽ മുളഞ്ഞുകൊള്ളും. പുറത്തെ ചതുപ്പിലെ ചിലന്തികളാവട്ടെ വലിയവയായിരുന്നു. ഖസാക്കിന്റെ നിബിഡമായ രാത്രിയിൽ പ്രതാപികളായി അവ പിറവികൊണ്ടു. കാലവർഷത്തിന്റെ മുൾത്തുറവുകളിൽ കറുത്ത നക്ഷത്രങ്ങളായി ഉദിച്ചു നിന്നു. കാർത്തവീര്യാർജുനനെ കൈകളിട്ട് തല്ലി ചെറുചാതികളെ നായാടി വിനോദിച്ചു. എട്ടുകാലികളുടെ ദുശ്ചരിതങ്ങൾ രവി കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. എട്ടുകാലി പെണ്ണുങ്ങൾ ഇണകളെ കൊന്നു തിന്നുക പതിവാണ്. യാ റഹ്മാൻ, കുട്ടികൾ പറഞ്ഞു. അതുവരെ പറഞ്ഞുകൊടുത്ത കഥകളിലൊന്നും തന്നെ ആരും ആരെയും തിന്നിട്ടില്ലായിരുന്നു. പക്ഷേ പ്രകൃതിയിൽ അങ്ങനെയാണെന്ന് രവി പറഞ്ഞു. അതാരെയും തൃപ്തിപ്പെടുത്തിയില്ല. അവസാനം കരുവ് പറഞ്ഞു, കർമ്മബലമാണ് സാർ. ആ സാർ, പലരും പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അപ്പന്മാരും മരിക്കാൻ വേണ്ടി മാത്രം കാത്തുകൊണ്ട് കീറപ്പുതപ്പുകൾക്കിടയിൽ കിടന്ന മുത്തന്മാരും മുത്തികളും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. മരിച്ചാൽ വീണ്ടും പിറക്കുമെന്ന സത്യം ഖസാക്കിലെ രാവുത്തന്മാർ പോലും സമ്മതിച്ചു. ഞമ്മളൊക്കെ എട്ടുകാലിയാകും സാർ, കുഞ്ഞാമിനെ പറഞ്ഞു. മൊല്ലാക്ക ഊറാമ്പുലിയാകും സാർ, മറ്റാരോ പറഞ്ഞു. എന്തേ? രവി ചോദിച്ചു. കർമ്മം, കുഞ്ഞാമിനെ പറഞ്ഞു. ഈ കൊന്ന പാവം തീരണ്ടേ? അതോർത്ത് അവളുടെ ചുമലുകൾ കോച്ചി. അവൾ സ്വയം പറഞ്ഞു, എന്നിട്ട് ഞാനിവിടെ ചൊകിരിപ്പറ്റി നിൽക്കുമ്പോ മേഷു വന്നങ്ങാണ്ട് എന്നെ തല്ലിക്കൊല്ലും. നമ്മൾ ചാകണതോ എട്ടുകാലി ചാകണതോ ജാസ്തി വേദന ആവോപ്പാ. രവി അവളുടെ കൈകൾ രണ്ടും ഊട്ടിപ്പിടിച്ച് മുമ്പിൽ നിർത്തി. സുറുമ പരന്ന കവിളിൽ നിന്ന് മുടിച്ചുരുളുകൾ മാടി നീക്കി കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ എന്റെ ആമിനക്കുട്ടിയെ കൊല്ലുവോ? കർമ്മപരമ്പരകളുടെ കഥ അങ്ങനെ അവസാനിച്ചെങ്കിലും ജന്തുശാസ്ത്രത്തിലേക്ക് കടക്കാൻ രവി ബാധ്യസ്ഥനായി. പിന്നത്തെ 2-3 ദിവസമത്രയും ക്ലാസ്സിൽ ജന്തുശാസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജന്തുശാസ്ത്ര പഠനത്തിനിടയ്ക്കാണ് കുഞ്ഞാമിന ഒരു ഓന്തിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നത്. കൊട്ടപ്പാല് കൊടുത്തിട്ടുണ്ട് സാർ, ആവേശത്തോടെ അവൾ പഠിക്കൽ നിന്നേ വിളിച്ചു പറഞ്ഞു. കുഞ്ഞാമിന ഓന്തിനെ രവിയുടെ മുമ്പിൽ കൊണ്ടുവന്നു വിട്ടു. ഒരു കള്ളുകുടിയനെപ്പോലെ ഇത്തിരി തപ്പിത്തടഞ്ഞു നടന്ന് ഓന്ത് മിഴിച്ചിരിപ്പായി. എന്തിനായി വികൃതി കാട്ടിയത്? രവി ശാസിച്ചു. കുഞ്ഞാമിനയുടെ മുഖം മങ്ങി. എല്ലാവരുടെയും ഉത്സാഹം പെട്ടെന്ന് നിലച്ചു. രവി പ്രീതിപ്പെടുമെന്നാണ് അവർ ധരിച്ചിരുന്നത്. ഇത് ചാവൂ? രവി ചോദിച്ചു. കുഞ്ഞാമിന ഒന്നും പറഞ്ഞില്ല. തങ്കമാധവി പറഞ്ഞു, ചെലയപ്പോ ചാകും സർ. അവണീഷ് പോലെയാണ് സർ, ചാന്ത് മുഹമ്മദ് പറഞ്ഞു. രാസ്തി കുടിച്ചാ ചാകും, അല്ലെങ്കി പിഴയ്ക്കും. എന്താ ഈ കൊട്ടപ്പാലിന്റെ കാര്യം? പറയൂ. രവി കുഞ്ഞാമിനയോടാണ് വീണ്ടും ചോദിച്ചത്. അവൾ ഉത്തരം പറഞ്ഞില്ല. മറ്റുള്ളവരെല്ലാം ചേർന്നു പറഞ്ഞു. ഓന്തുകൾ
മനുഷ്യന്റെ ചോര ഇമ്പുന്നവരാണ്. കുടിക്കണമെന്നില്ല, നോക്കിയാൽ മതി. നോക്കി നോക്കി കാറ്റിലൂടെ വലിച്ചെടുത്ത കുരുതി നുണഞ്ഞിറക്കുമ്പോഴാണ് ഓന്ത് തലയാട്ടുക. അതാണ് മുൾപ്പീലി അണിഞ്ഞ ദുർമുഖം പലപ്പോഴും തുടുത്തു കാണുന്നത്. ഇതും പോരാതെ ഓന്തുകൾ തുമ്പികളെ പിടിക്കുന്നു. തുമ്പികൾ മരിച്ചവരുടെ ഓർമ്മകളാണ്. ഖസാക്കിലെ കുട്ടികൾ ആരും തന്നെ തുമ്പികളെ പിടിക്കാറില്ല, അപ്പുക്കിളി ഒഴിച്ച്. പക്ഷെ അവൻ പൊട്ടനാണ്, ജന്മാന്തരങ്ങൾ അറിഞ്ഞവനാണ്. അങ്ങനെ ജന്മാന്തരങ്ങളുടെ പക പോക്കാനായി കുട്ടികൾ ഓന്തിനെ കൊട്ടപ്പാല് കുടിപ്പിക്കുന്നു. വേറെയും കാര്യങ്ങളുണ്ടായിരുന്നു. ഓന്ത് പൂതമാക്കും സാർ, ആദം പറഞ്ഞു. അതെന്താത്? പൂതം, ആദം വ്യാഖ്യാനിച്ചു. അപ്പിടി ചൊന്നാ പ്രേതം. ആദം നിർത്തി. അവന് തന്നെ പേടിയായി. കരുവാണ് തുടർന്നത്. മനുഷ്യരുടെ മേൽ പ്രേതങ്ങൾ കുടിപാർക്കാറുണ്ട്. അവയെ പായിക്കാൻ ഓന്തുകളെ വിടുന്നു. പക്ഷേ പുറത്ത് പറയാൻ പഴുതല്ല, കരു പറഞ്ഞു. ആരും കൂടുതൽ പറയാൻ തയ്യാറുണ്ടായിരുന്നില്ല. അത് ഖസാക്കിന്റെ രഹസ്യമാണ്. പ്രേതബാധിതരായ മനുഷ്യർക്കു വേണ്ടി ഖസാക്കുകാർ ആ രഹസ്യം കാത്തുപോരുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് രവിയിരിക്കെ കുഞ്ഞാമിന ഒറ്റതിരിഞ്ഞിരിപ്പായിരുന്നു. അവൾ വിതുമ്പുന്നത് കേട്ടാണ് രവി തിരിഞ്ഞു നോക്കിയത്. കുഞ്ഞാമിന കരയുകയായിരുന്നു. അയ്യയ്യേ, ഞാൻ വല്ലതും പറഞ്ഞോ? ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കരച്ചിലധികമായി. സുറുമ പരന്ന് താഴോട്ടൊഴുകി. റങ്കുകുപ്പായം നനഞ്ഞു. രവി അവളെ തന്റെ കസാലക്കൈയിലേക്ക് കയറ്റിയിരുത്തി. വെള്ളിത്തണ്ടയിട്ട കാലുകൾ ആട്ടിയാട്ടി അവൾ കസേലക്കൈയിലിരുന്നു. അപ്പുക്കിളിയാകട്ടെ നിലത്തു മിഴിച്ചിരുന്ന ഓന്തിനെ തൊട്ടു തലോടുകയായിരുന്നു. ഓന്തിന് വീണ്ടും ബോധം തെളിഞ്ഞു. അത് വേച്ചുവേച്ചു പുറത്തേക്ക് നടന്നപ്പോൾ അപ്പുക്കിളിയും പതുക്കെ പുറകെ നടന്നു. കുഞ്ഞാമിനിക്ക് സമാധാനമായി. അന്നാണ് ഓന്തുകളുടെ ചരിത്രം രവി അവർക്ക് പറഞ്ഞുകൊടുത്തത്. മനുഷ്യൻ ഭൂതലം പിടിച്ചുപറ്റുന്നതിനു മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു. അന്നിവിടെ വാണിരുന്നവരാണ് ഓന്തുകൾ. കഥ ഉച്ചവരെ നീണ്ടു. കഴിഞ്ഞില്ല. എല്ലാവരും വീട്ടിലേക്കോടി. ചോറുവാരി തിന്ന് ക്ഷണം തിരിച്ചെത്തി. കഥ തുടർന്നു. അവർ രവിയുടെ ചുറ്റും പൊതിഞ്ഞു. അവരുടെ മുമ്പിൽ ആ കഥയുടെ താളുകൾ അടർന്നും മറിഞ്ഞും പോയി. മുട്ടുകൾ ഒളിച്ചുവെച്ച ശിഖരപാർശ്വങ്ങളിൽ നിന്ന് ടെറോഡക്റ്റലുകൾ ആർത്തുവിളിച്ചു പറന്നുപൊങ്ങി. ഘനാലസന്മാരായ ദിനോസോറുകൾ ഗിരിസാനുക്കളിലൂടെ ഇരതേടി നടന്നു. താളുകൾ വീണ്ടും മറിഞ്ഞു. പണ്ട് പണ്ട്, ഓന്തുകൾക്കും മുമ്പ്, ദിനോസറുകൾക്കും മുമ്പ്, ഒരു സായാഹ്നത്തിൽ 2 ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങി. അസ്തമയത്തിൽ ആറാടി നിന്ന ഒരു താഴ്വരയിലെത്തി. ഇതിന്റെ അപ്പുറം കാണണ്ടേ? ചെറിയ ബിന്ദു വലിയതിനോട് ചോദിച്ചു. പച്ച പിടിച്ച താഴ്വര. ഏട്ടത്തി പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. എനിക്ക് പോകണം, അനുജത്തി പറഞ്ഞു. അവളുടെ മുമ്പിൽ കിടന്ന അനന്തപഥങ്ങളിലേക്ക് അനുജത്തി നോക്കി. നീ ചേച്ചിയെ മറക്കുമോ? ഏട്ടത്തി ചോദിച്ചു. മറക്കില്ല, അനുജത്തി പറഞ്ഞു. മറക്കും, ഏട്ടത്തി പറഞ്ഞു. ഇത് കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. അനുജത്തി നടന്നകന്നു. അസ്തമയത്തിന്റെ താഴ്വരയിൽ ഏട്ടത്തി തനിച്ചു നിന്നു. പായൽക്കുരുന്നിൽ നിന്ന് വീണ്ടും അവൾ വളർന്നു. അവൾ വലുതായി. വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്കിറങ്ങി. മൃതിയുടെ മുലപ്പാല് കുടിച്ച് ചില്ലകൾ പടർന്നു തിടം വച്ചു. കണ്ണിൽ സുറുമയും കാലിൽ തണ്ടയുമിട്ട ഒരു പെൺകുട്ടി ചെതലയുടെ താഴ്വരയിൽ പൂവിറുക്കാനെത്തി. അവിടെ തനിച്ചുനിന്ന ചെമ്പകത്തിന്റെ ചില്ലയൊടിച്ചു പൂനുള്ളിയെടുത്തപ്പോൾ ചെമ്പകം പറഞ്ഞു. അനുജത്തി, നീ എന്നെ മറന്നുവല്ലോ. കുട്ടികൾ പോയിക്കഴിഞ്ഞിരുന്നു. രവി കണ്ണുചിമ്മി കസേലയിൽ ചാരിയിരുന്നു. ചുറ്റിലും ധൂപക്കൂട്ടിന്റെ മണമുയരുന്നു. ചേങ്ങലയും കുടമണിയും മുഴങ്ങുന്നു. വേദാനുദ്ധരതേ ജഗന്നിവഹതേ ഭൂഗോളമുദ്ഭിഭ്രതേ ദൈത്യം ധാരയതേ ബലിം ഛലയതേ ക്ഷത്രക്ഷയം കുർവതേ പൗലസ്ത്യം ജയതേ ഹലം കലയതേ കാരുണ്യമാതന്വതേ മ്ലേച്ഛാൻ മൂർച്ഛയതേ ദശാകൃതികൃതേ കൃഷ്ണായ തുഭ്യം നമ. കണ്ണു തെളിഞ്ഞപ്പോൾ
അകലെ ചെതലയുടെ താഴ്വരയിൽ അസ്തമയമാണ്. ജനാലയിലൂടെ പോക്കുവെയില് അകത്തേക്ക് വന്നു. അതിന്റെ സുഖജ്വരം ഞാറ്റുപുരയിൽ അത്രയും പരന്നു. നിങ്ങൾ കേട്ടത് ഖസാക്കിന്റെ ഇതിഹാസം നോവൽ ഒ.വി. വിജയൻ ഭാഗം 1. ശബ്ദം നൽകിയത് ദാമോദർ രാധാകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ 2019, എ DC ബുക്സ് പ്രൊഡക്ഷൻ. ഖസാക്കിന്റെ ഇതിഹാസം നോവൽ ഒ.വി. വിജയൻ. ശബ്ദം നൽകുന്നത് ദാമോദർ രാധാകൃഷ്ണൻ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ 2019, എ DC ബുക്സ് പ്രൊഡക്ഷൻ. ഭാഗം 2. അധ്യായം 10. ഉൾക്കിണർ. മൈമൂനയെ കെട്ടുമ്പോൾ മൂങ്ങാങ്കോഴിക്ക് 50 വയസ്സാണ്. 60 തോന്നിച്ചിരുന്നുള്ളൂവെന്ന് ഉപ്പുവച്ചനാണ് പറഞ്ഞത്. കിണറ്റിൽ വീണ കുടങ്ങളും കോരികകളും മുങ്ങിത്തപ്പിയെടുക്കലാണ് ചുക്രുരാവുത്തന്റെ തൊഴില്. കോഴണശ്ശേരിയിൽ, കൊടുവായൂരിൽ, വിളയഞ്ചാത്തന്നൂരിൽ, പല്ലശ്ശേരിയിൽ, കല്യാണപ്പേട്ടയിൽ, കിഴക്കൻ അതിർത്തിയായ മുതലമട വരെയും പടിഞ്ഞാറ് മങ്കര മണ്ണൂര് വരെയും ചുക്രുരാവുത്തൻ കിണറുകൾ അന്വേഷിച്ചു നടന്നു. ഖസാക്കുകാർ അയാളെ മൂങ്ങാങ്കോഴിയെന്ന് വിളിച്ചു. വർഷങ്ങൾ നീങ്ങെ ചുക്രുവെന്ന പേർ അയാൾ മറന്നു. മൂങ്ങാങ്കോഴിയെന്ന് വിളിച്ചാൽ വിളി കേൾക്കും. നെന്മണി എറിഞ്ഞാൽ വന്നു കൊത്തിപ്പെറുക്കുമെന്ന് ഉപ്പുവച്ചൻ പറഞ്ഞു. പേര് മറന്നുപോയതുപോലെ തന്നെ മുകൾ പരപ്പിലെ വെളിച്ചം നിറഞ്ഞ ജീവിതവും അയാൾ മറന്നു. വെള്ളിപൊട്ടു മുമ്പേ ഖസാക്ക് വിട്ടാൽ പാതിര പിന്നിട്ടാണ് തിരിച്ചെത്തുക. ചിലപ്പോൾ അനവധി ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും. മധുവിധു ആഘോഷിക്കാൻ മൂങ്ങാങ്കോഴി ഖസാക്കിലിരുന്നില്ല. വീണ്ടും കിണറുകൾ അന്വേഷിച്ച് ഇറങ്ങിത്തിരിച്ചു. കല്യാണമുറച്ചപ്പോൾ അത് നടക്കില്ലെന്നും നിക്കാഹ് കഴിഞ്ഞപ്പോൾ പെണ്ണിരിക്കില്ലെന്നുമൊക്കെ ആളുകൾ പറഞ്ഞതായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ല. മൈമൂന ശാന്തയായി തന്നെ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടു. തലയിൽ തട്ടനില്ലാതെ നീലഞ്ഞരമ്പോടിയ കൈകളിൽ കരിവളയിട്ട് അവൾ പിന്നെയും നടുപ്പറമ്പിലൂടെ നടന്നു. മൂങ്ങാങ്കോഴിയുടെ കുടിലിന്റെ മുൻവശത്ത് മൈമൂനയുടെ മാറ്റപ്പീടിക കിന്നാരം പറഞ്ഞിരിക്കാൻ ഒരിടമായി. കൂട്ടിന് ചക്കരക്കാരി തങ്കയുമുണ്ടാവും. അല്ലെങ്കിൽ മറ്റാരെങ്കിലും എത്തും. ഒട്ടുമുക്കാൽ സമയവും മൈമൂന അവിടെ ഇരിക്കും. പായലും പിടിച്ച് പാതിരയ്ക്ക് കൂടുപറ്റുന്ന മൂങ്ങാങ്കോഴിയെ അവൾ മടിയിൽ കിടത്തുകയും കൊഞ്ചി താലോലിക്കുകയും ചെയ്തു. അവളുടെ ദാർഢ്യമുറ്റ കൈകളിൽ കിടന്നുറങ്ങുമ്പോൾ ഗന്ധകവാതകമൂറുന്ന നെല്ലിപ്പടികളെ അയാൾ സ്വപ്നം കണ്ടു. ആബിദയ്ക്ക് മൈമൂനയേക്കാൾ 6-7 വയസ്സേ കുറവുണ്ടായിരുന്നുള്ളൂ. പ്രഭേറ്റ കണ്ണുകളും വിളർത്ത കവിളുകളുമുള്ള ആ പെൺകുട്ടിക്ക് കൂട്ടുകാരികൾ ഉണ്ടായിരുന്നില്ല. തോട്ടുവക്കിൽ, നെടുവരമ്പിൽ എങ്ങനെയെങ്കിലും അവളെ തനിച്ചു കാണുമ്പോൾ തിത്തിബിയുമ്മ ചോദിക്കും, ഒണ്ടിയാ എങ്കെ പോറത് പുള്ളേ, തുണക്കിടയാതാ? ആബിദ പറയും, എടയാതുമ്മ. തിത്തിബിയുമ്മ നേരും, ഉനക്ക് ശൈഖ് തങ്ങള് തുണ. മൈമുനയുടെ വരവിനു മുമ്പ് ആബിദയുടെ തുണ അത്തയുടെ സ്നേഹമായിരുന്നു. കിണറുകൾ മുങ്ങിത്തപ്പുന്ന അത്തയ്ക്ക് വേണ്ടി ഷെയ്ഖ് തങ്ങളെ ധ്യാനിച്ച് അവൾ ആ കുടിലിൽ ഒറ്റയ്ക്കിരുന്നു. പാതിര വരെ ഉറക്കമുണച്ച് കാത്തിരുന്നു. ഇപ്പോൾ പാതിരയ്ക്ക് അത്ത തിരിച്ചെത്തുമ്പോൾ ആബിദയെ വിളിക്കാറില്ല. മൈമുനയാണ് കഞ്ഞിയോ ചോറോ വിളമ്പിക്കൊടുക്കാൻ. ആബിദയെ കാണാതെ തന്നെയാണ് അത്ത ഉറങ്ങാൻ കിടന്നതും. എങ്കിലും ഇന്നും അവൾ കാത്തിരുന്നു. അറയുടെ പുറത്തെ കൊച്ചു താഴ്വാരത്തിൽ പായവിരിച്ച് കിടക്കുമ്പോൾ അവൾ ചെവിയോർത്തു. അത്തയുടെയും ചിന്നുമ്മയുടെയും പതിഞ്ഞ സംസാരം കേൾക്കാം. അതൊടുങ്ങുന്നതുവരെ ആബിദ ഉറങ്ങാതെ കിടന്നു. പണ്ടൊക്കെ മൈമൂന നടുപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോൾ ആ ചന്തം നോക്കി ആബിദ നിന്നു പോകാറുണ്ടായിരുന്നു. അത് ഇന്നവരുടെ കുടിലിൽ നിറഞ്ഞു നിന്നപ്പോൾ ആബിദയുടെ ധൈര്യം ക്ഷയിച്ചു. ചിന്നുമ്മയെന്ന് വിളിച്ചുപോയെങ്കിൽ മൈമുന മുഖം കനപ്പിക്കും. ചിറ്റമ്മയാകാൻ മാത്രം വയസ്സവൾക്കായിട്ടുണ്ടെന്നോ? അവൾ സമ്മതിക്കില്ല. വേണ്ട, അക്കയെന്ന് വിളിക്കാമെന്ന് ആബിദ ഓർക്കും. കൂട്ടുകൂടാമെന്ന് കരുതും. പിന്നെ പിന്മടങ്ങും. മൈമുനയുടെ
കാച്ചിയും കുപ്പായവുമൊക്കെ ആബിദ തിരുമ്പിക്കൊടുത്തു. വീട്ടിലെ പണിയത്രയും ആബിദ തന്നെയാണ് എടുത്തത്. എന്നിട്ട് മൈമുന കനിഞ്ഞില്ല. ചിലപ്പോൾ ആബിദ ഇങ്ങനെ പറഞ്ഞു നോക്കും, ചിന്നുമ്മോ, ഒരു കഥ ചൊല്ലിത്താങ്കോ? എന്നാ കഥ? നിന്റെ ഉമ്മാനെ കള്ളക്കെട്ടിയവൻ കൊന്ന കഥ ചൊല്ലിട്ടുമാ. അപ്പോഴാണ് ആബിദ വീട്ടിൽ നിന്ന് പുറത്തു കിടക്കുക. ആരും അറിയാതെ നിഴലിനെ പോലെ അവൾ പുറത്തിറങ്ങി. പിന്നെ തോട്ടുവക്കിൽ ചെന്നിരുന്നു. അല്ലെങ്കിൽ പരവതാനി പോലെ അരശിൻ പൂക്കൾ കൊഴിഞ്ഞുതിർന്ന വളർത്തുകാട്ടിൽ ചെന്നിരുന്നു. ശൈഖ് തങ്ങളെ, അന്നൊരു ദിവസം അവൾ ചോദിച്ചു, നിങ്ങയ്ക്ക് തുണയുണ്ടാ? തോട്ടിലെ വെള്ളം പെട്ടെന്ന് നീലച്ചെന്ന് തോന്നി. പെട്ടെന്ന് മഴ പോലെ വളർത്തുകാട്ടിൽ അരശിൻ പൂക്കൾ കൊഴിഞ്ഞു. യാ റഹ്മാൻ, അവൾ പറഞ്ഞു. ഷെയ്ഖ് തമ്പുരാൻ അവളോട് സംസാരിക്കുകയാണ്. അവളുടെ ഉൾക്കാത് ആ മർമരങ്ങൾക്കായി വട്ടം പിടിച്ചു. അതിന്റെ കോരിത്തരിപ്പിൽ അവൾ വീണ്ടും ഒരു കുട്ടിയായി. അവൾ ചെതലയുടെ താഴ്വരയിൽ കാത്തുനിന്നു. കിഴക്കൻ കാറ്റിൽ ഉളമ്പടിച്ചുകൊണ്ട് ഷെയ്ഖ് തമ്പുരാന്റെ പാണ്ടൻ കുതിര അതുവഴി വന്നു. കുതിരത്താനേ, കുതിരത്താനേ, അവൾ പറഞ്ഞു, എന്നെ കൊണ്ടുപൊക്കുവോ? അവൾ കുതിരത്താന്റെ പുറത്തു കയറി. കുതിര കിഴക്കൻ കാറ്റിലൂടെ പാഞ്ഞു. കാടും കടലും കടന്നവൾ പറന്നു. അവിടെ അവൾ അവളുടെ ഉമ്മയെ കണ്ടു. ഉമ്മ മൈമുനയേക്കാൾ സുന്ദരിയായിരിക്കുന്നു. അവൾ കെട്ടിപ്പിടിച്ചു. മിനുത്ത കഴുത്തിൽ, കയ്യിൽ ആബിദ തൊട്ടു. അവിടം ചുളിയാൻ തുടങ്ങി. ജരപടർന്നഴിയാൻ തുടങ്ങി. ആ സങ്കേതം രൂപാന്തരപ്പെടുകയായി. അവിടം കാളികാവിലെ വൈക്കോൽപുരയാണ്. പുറത്തെ സന്ധ്യയിൽ ചട്ടുകക്കള്ളികളെപ്പോലെ കൈപ്പടങ്ങൾ എടുത്തുപിടിച്ച് അവളുടെ അമ്മാവനിരിക്കുന്നു. കുതിരത്താനെ, കുതിരത്താനെ, അവൾ വിളിച്ചു. കുളമ്പടിയില്ല. തോട്ടുവക്കിൽ അരശിൻകാട്ടിൽ കിഴക്കൻ കാറ്റു മാത്രം വീശി. മൈമുവോ, അള്ളാപ്പിച്ച മൊല്ലാക്ക ഒരിക്കൽ മൈമുനയെ ഗുണദോഷിച്ചു. നീ എതുക്ക് അന്ത പൊണ്ണെ വേലയ്ക്ക് വിടരുത്? വയസ്സ് തികഞ്ഞ പൊണ്ണാക്കുമ്പുള്ളേ. നാനാ പോഹ ചൊന്നത്, മൈമുന പറഞ്ഞു. അവളെ ചന്ത കാട്ടി കുണിയാൻ പുറത്താക്കും, സുന്ദരി. പിറ്റേന്ന് ആബിദ ഞാറ്റുപുര അടിച്ചു വരാൻ പോയില്ല. വെയിലു പൊന്തിയപ്പോൾ ചക്കരക്കാരി തങ്ക വന്നു. തങ്കയും ചിറ്റമ്മയും വർത്തമാനം പറഞ്ഞിരിപ്പായി. എന്തൊക്കെയോ മനുന്നനെ പറഞ്ഞു ചിരിക്കുന്നു. ആരാണ്ടി താഴ്വാരത്ത്? ഇത്തിരി കഴിഞ്ഞ് മൈമൂന അകായിലേക്ക് വിളിച്ചു ചോദിച്ചു. ഞാനാണ് ചിന്നുമ്മ. ആബിദ വിളി കേട്ടു. നീ മിറ്റമടിക്കാൻ പോയില്ലേ? മൈമൂന ചോദിച്ചു. ആബിദ ഒന്നും പറഞ്ഞില്ല. നീ പോറതില്ലയാ? അതിന് മറുപടി പറഞ്ഞില്ല. പൊയ്ക്കോ മര്യാദയ്ക്ക്, മൈമൂന പറഞ്ഞു. ചോറ് തിങ്കറത് എപ്പടി? മൂങ്ങാങ്കോഴി മുങ്ങിത്തപ്പിക്കൊണ്ടുവരുമാ. ആബിദ ഇറങ്ങി ഞാറ്റുപുരയിലേക്ക് നടന്നു. ഞായറാഴ്ചയാണ്. രവി വിശ്രമിക്കുകയായിരുന്നു. അന്നാണ് എന്തിനെന്നറിയാതെ, എങ്ങനെയെന്നറിയാതെ ആബിദ അവളുടെ കഥ പറഞ്ഞത്. ആബിദേ, രവി പറഞ്ഞു, എനിക്കും അമ്മയില്ല. റബ്ബുലാലമീനായ തമ്പുരാനെ, അവൾ പറഞ്ഞു. ആബിദയുടെ മക്ക് തുടുത്തിരുന്നു. എന്താ ആബിദേ? രവി ചോദിച്ചു. സുഖല്ലേ? അവൾ സ്വയം നെറ്റിമേൽ കയ്യമർത്തി. പനി വരുമ്പോലെ, അവൾ പറഞ്ഞു. പോയി കിടക്കൂ. വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ നിയന്ത്രണമറ്റ് കണ്ണീരൊഴുകി. അവൾ നിന്നു. കരഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി ചെന്നുകൂടാ. മുഖം കഴുകി തണുപ്പിക്കാൻ ആബിദ തോട്ടിലേക്ക് നടന്നു. തോട്ടുവക്കിൽ അപ്പുക്കിളി തുമ്പി പിടിക്കുകയായിരുന്നു. അച്ചിയേ, അവൻ വിളിച്ചു. നീ വന്നോ? എന്റെ കിളീനെ കാണാൻ പോകുന്നതല്ലേ നാന്, ആബിദ പറഞ്ഞു. അത് പറയുമ്പോൾ അവൾക്കെന്തോ ഉള്ളിൽ കുളിരി വീണ പോലെ തോന്നി. നീ എന്റെ തുമ്പിയെ നോക്ക്. അപ്പുക്കിളി കാണിച്ചു കൊടുത്തു. പളുങ്ക് കണ്ണുകളുള്ള വലിയൊരു പച്ചത്തുമ്പി. മങ്ങിയ ഓർമ്മയെപ്പോലെ കണ്ണുകൾ മിനുങ്ങി. ആരുടെയോ പൂർവജന്മ സ്മരണയാണത്. അവളുടെ ഉമ്മയുടെയാവാം. ആ കണ്ണുകൾ അവളുടെ മേൽ വീണു. അവളുടെ ദുഃഖം ഉൾക്കൊണ്ടു. ആവോ കിളിയേ, ആബിദ പറഞ്ഞു. നീ എതുക്കന്ത തുമ്പിത്താനെ പിടിക്കരുത്? പാവം,
അതെ വിട്. അപ്പുക്കിളി കരയാൻ തുടങ്ങി. ശരി ശരി, അവൾ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. കിളി തെളിഞ്ഞു. നീയ് തുമ്പിയെ വിതാൻ പതയോ? അവൻ ചോദിച്ചു. ഇല്ല. അവൻ ചിരിച്ചു. എന്നാ അച്ചിയെ? അവനൊരു പുതിയഴിച്ച് അവളുടെ മുമ്പിൽ വെച്ചു. ചമ്പകപ്പൂക്കൾ. ആവൂ, എത്ര പുഗാണ്ടാ കിളിയേ. ആബിദ മുണ്ടുമടക്കി പൂവ് നിറച്ചു. ഓരോന്ന് ഓരോ കാതിലും ചൂടി. അവൾ വീട്ടിലേക്ക് നടന്നു. ചിന്നുമോ, പുഗ്. മൈമുനയും തങ്കയും അപ്പോഴും ഇരുന്ന് കിന്നാരം പറയുകയാണ്. മൈമുന പൂക്കൾ വാങ്ങി കാതിൽ ചൂടി. തങ്കയുടെ മുടിക്കെട്ടിൽ ചൂടിക്കൊടുത്തു. പിന്നെ ആബിദയുടെ നേർക്ക് നോക്കി. എന്നാടി കാതി? ചുമ്മാ പോട്ടത് ചിന്നുമ്മ. കൊടിയാതടി കൊടിയാതെ. ആര് പാക്കരുതക്കടി പുഗ്. ഏലമ്പക്കൂടെ. ആബിദ താഴ്വാരത്തിൽ പോയി നിന്നു. ചാരി വെച്ചിരുന്ന ചൂലെടുത്ത് അടിച്ചു വാരാൻ ശ്രമിച്ചു. വീണ്ടും ചൂല് മൂലയിൽ തന്നെ ചാരി നിർത്തി. കലത്തിൽ കഞ്ഞിയുണ്ടായിരുന്നു. തണുത്തു പാട കിട്ടിയിരുന്നു. ഇത്തിരി കുടിച്ചു. രുചിയില്ല. അവൾ വീണ്ടും പുറത്തു കിടക്കുമ്പോൾ എങ്ങോട്ടെന്ന് മൈമുന ചോദിച്ചില്ല. ആബിദ അരശുമരങ്ങളുടെ തണലിലേക്ക് നടന്നു. അവിടെ ആരുമില്ല. വേനലാകുമ്പോൾ മാത്രം ചിലപ്പോഴവിടെ പാമ്പുകൾ പിണഞ്ഞാടാനെത്തും. അരശുകളുടെ തണലിൽ അവൾ പതുക്കെ നടന്നു. അരശുകളുടെ തണലിൽ അവളൊരു തുമ്പിയായി. അവൾ ആരുടെ ഓർമ്മയാണ്? അവളുടെ തന്നെ മുൻജന്മത്തിന്റെ. ഖേദം നിറഞ്ഞ പുനർജനിയുടെ ഓർമ്മ നടന്നു നടന്ന് വീണ്ടും അവൾ തോട്ടുവക്കിലെത്തി. കാതിൽ ചൂടിയ പൂക്കളെടുത്ത് ഇതളുനുള്ളി തോട്ടിലേക്ക് വിതറി. അച്ഛേ, നീ എന്താണ് ഈ പുഗ് തോത്തിലിതണത്? അപ്പുക്കിളി പോയില്ല. ഒന്നുമില്ല കിളിയേ, അവൾ പറഞ്ഞു. അവൻ അടുത്തു വന്നു നിന്നു. നീയ് തന്തൂത്തുക്കെത്തോ? അവൻ സമാധാനിപ്പിച്ചു. നാ നിന്നെ കെത്തോ? കെത്തോ? നീ എന്നെ കെത്തൂല അച്ഛേ. പിന്നെ ഞാൻ വേറെ ആരിനെങ്കിലും കെട്ടോ? നാന്നീച്ച് പൂപ്പതിച്ചതാ എത്തോ? അപ്പുകിളി കൈതപ്പൊന്തയിലേക്ക് തിരിച്ചുപോയി. ആബിദ വീണ്ടും അവിടെ തനിച്ചായി. കൃഷ്ണകാന്തികൾ പുതപ്പിച്ച കരയിൽ അവൾ ഇരുന്നു. തോട്ടുവെള്ളത്തിൽ അങ്ങിങ്ങായി എന്തെല്ലാമോ നുറുങ്ങുകൾ ഒഴുകിക്കടന്നുകൊണ്ടിരുന്നു. മൈമുന പിന്നെയും ചന്തം വെച്ച് വരികയാണെന്ന് ഖസാക്കുകാർ പറഞ്ഞു. കുപ്പായം കൈത്തണ്ടയോളം തെരുത്തുവെച്ചാണ് അവൾ ഇന്നും നടന്നത്. കൈത്തണ്ടയോളം നീല ഞരമ്പുകളുണ്ട്, കരിവളയുണ്ട്. ഇന്നും ചക്കരക്കാരി തങ്കയോട് കിന്നാരം പറഞ്ഞു തീർന്നിട്ടില്ല. ഒരു ദിവസം ആബിദ അവരുടെ അടുത്ത് വന്നു നിന്നു. ഉനക്ക് എന്നടി വേണം? മൈമുന ചോദിച്ചു. ആബിദയുടെ മുഖത്ത് ഭയമില്ല. അവൾ പറഞ്ഞു, അത്ത വരട്ടും, ഞാൻ ചൊല്ലിക്കൊടുക്ക പോറേൻ. ചൊല്ലിക്കൊടുക്കാറതാ? സ്വൽപ്പമൊന്ന് വിളറിക്കൊണ്ട് മൈമുന ചോദിച്ചു. എന്നാ ചൊല്ലിക്കൊടുക്കരുത്? ആബിദ ഇത്തിരി നേരം ഒന്നും പറയാതെ നിന്നു. എന്നിട്ട് പറഞ്ഞു, കാലിയാരിങ്കി വന്നത്. തങ്കയാണ് ചൊടിച്ചത്. ആഹാ, അമ്പടി, കാലിയാരിക്ക് ഇവിടെ വരാൻ പഴുതില്ലയോ? ഊതാനും മന്ദിരം ചെയ്യാനും? ഞാൻ ചൊല്ലിക്കൊടുക്ക പോറേൻ. അമ്പടി, നീയൊന്ന് പറ. നീ എന്താണ്ടീ മൈമുന മിണ്ടാണ്ടിരിക്കണ്? നീ ഇതടക്കിക്കോ. മൈമുനയുടെ വിളർച്ച മാറിയിരുന്നു. കവിളുകൾ വീണ്ടും തൊടുത്തു. പ്രസന്നങ്ങളായി. അവൾ പറഞ്ഞു, നീ മിണ്ടാണ്ടിരുന്നാണ്ടി തങ്കപ്പെണ്ണേ. പാതിരയ്ക്ക് നിലവിളി കേട്ട് ഖസാക്കുകാരുണർന്നു. നെറ്റിയിൽ നിന്ന് ധാരധാരയെ ഒഴുകിയ ചോരയുമായി ആബിദ മൊല്ലാക്കയുടെ വീട്ടിലേക്ക് ഓടുന്നു. കയ്യിൽ വിറകുകൊള്ളിയുമായി കലികൊണ്ട ഒരു വെട്ടുകിളിയെപ്പോലെ മൂങ്ങാങ്കോഴി പിന്തുടരുന്നു. ആബിദെ അകത്താക്കി വാതിലടച്ച് തിത്തിബിയുമ്മ മൂങ്ങാങ്കോഴിയെ തടഞ്ഞു. എന്നടാ പാവി, ഉനക്ക് പൈത്യമാ? കതക് തുറങ്കോ. മൂങ്ങാങ്കോഴി കിതച്ചു. കതക് തുറങ്കോ തിത്തിബിയക്കോ. മൊല്ലാക്ക തിണ്ണയിൽ നിന്നും താഴോട്ടിറങ്ങി വന്നു. ചുമരിൽ ഒരാണിയിൽ കൊളുത്തിയിട്ടിരുന്ന ബെൽറ്റിൽ നിന്ന് തന്റെ കത്തി വലിച്ചെടുത്ത് നിർത്തിപ്പിടിച്ച് മൊല്ലാക്ക പറഞ്ഞു, എന്നാ മൂങ്ങാങ്കോഴിയെ, ഇതെടുത്തുക്കോ. ഇന്റെ തല നരച്ച തലയാക്കും. ആദ്യം ഇതങ്ങ് അർത്താളാ. വിറകുകൊള്ളി നിലത്തിട്ട് മൂങ്ങാങ്കോഴി പതുക്കെ തിരിഞ്ഞു നടന്നു. മൊല്ലാക്ക അകായിലേക്ക് വിളിച്ചു പറഞ്ഞു, ആബിദോ, എന്റെ മകൾ ഇങ്ങ തൊങ്ക്, തിരുമ്പി പോകാതെ.
പിറ്റേന്ന് രാവിലെ കാതിലെ ചിറ്റികളിൽ പനിനീർ പൂക്കളും അണിഞ്ഞ് ഖസാക്കിലെ സുന്ദരി നടന്നു. പകലത്രയും മയങ്ങിക്കിടന്ന് ആബിദ സന്ധ്യക്കെണീറ്റു. നെറ്റിയിലെ മുറിവിൽ തിത്തിബിയുമ്മ പച്ചില വെച്ച് തുണി കെട്ടിയിരുന്നു. ഉമ്മ, ഞാനൊന്ന് തോടുവരെ പോയിട്ട് വരാം, ആബിദ പറഞ്ഞു. നേരിയ ചുവന്ന വെയിലുണ്ട്. പതഞ്ഞൊഴുകുന്ന തോട്ടുവെള്ളത്തിൽ ചമ്പകത്തിന്റെ ഇതളുകൾ ഒഴുകിപ്പോയത് അവൾക്ക് ഓർമ്മ വന്നു. ഒറ്റയടി പാലം കടന്ന് അവൾ മറുകര പറ്റി. പാടങ്ങൾ മുറിച്ചു പോകുന്ന നെടുവരമ്പിലൂടെ അവൾ നടന്നു. ഇരുളുന്ന ചുവപ്പിൽ കരിമ്പനകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. ദൂരെ നെറുകയിൽ മാണിക്യവുമായി കിഴക്കൻ വണ്ടി പാഞ്ഞകലുകയായിരുന്നു. ഇനിയും നടക്കണം കാളികാവെത്താൻ. സന്ധ്യമയങ്ങെ നാഴികകൾ അകലെ ഇരുട്ടുകെട്ടിയ ഒരു നാലുകെട്ടിനകത്തെ കിണറ്റിന്റെ ആൾമറമേൽ മൂങ്ങാങ്കുഴിയിരുന്നു. ദുരൂഹമായ ആഴത്തിൽ മഷിനോട്ടക്കാരന്റെ വെറ്റിലയിലെ മഷി പോലെ ജലമുഖം തെളിഞ്ഞു. ഉമ്മയില്ലാതെ കിടന്ന് നിലവിളിച്ച കൊച്ചുമകളെ ഉറക്കാനായി താൻ പണ്ട് പാടിയൊരു പാട്ടുണ്ടായിരുന്നു. ആൾമറമേലിരുന്നു കൊണ്ട് തുരിപ്പിടിച്ച അപസ്വരത്തിൽ മൂങ്ങാങ്കോഴി പാടി: അലമൂത്ത മീനേ, എന്റെ ചേറം മീനേ, എന്റെ കുട്ടിമകൾക്കൊരു മണി കൊണ്ടുവായോ. അയാൾ കിണറ്റിലേക്ക് കൂപ്പുകുത്തി. കിണറുകടന്ന് ഉൾക്കിണറിലേക്ക്. വെള്ളത്തിന്റെ വില്ലീസുപടതുകളിലൂടെ അയാൾ നീങ്ങി. ചില്ലുവാതിലുകൾ കടന്ന് സ്വപ്നത്തിലൂടെ, സാന്ധ്യപ്രജ്ഞയിലൂടെ തന്നെ കൈനീട്ടി വിളിച്ച പൊരുളിന്റെ നേർക്ക് അയാൾ യാത്രയായി. അയാൾക്കു പിന്നിൽ ചില്ലുവാതിലുകൾ ഒന്നൊന്നായടഞ്ഞു. അധ്യായം 11. നരി. പള്ളിക്കാട്ടിൽ മൂങ്ങാങ്കോഴിയുടെ വിശ്രമത്തിന് മുകളിൽ കാലൂന്നിക്കൊണ്ട് ഖാലിയാർ നിന്നു. ഇന്നലെ കിളച്ച മണ്ണ് അപ്പോഴും കറുത്തു കിടന്നു. ഉച്ച, വിജനത, കനത്തു ശ്വസിക്കുന്ന പാതിര പോലെ എല്ലാം ഉറങ്ങിക്കിടക്കുകയാണെന്ന് തോന്നി. താമരക്കുളം കടന്ന് പാടം മുറിക്കുന്ന നെടുവരമ്പിലൂടെ അയാൾ നടന്നു. പാടത്തിന്റെ മറുകരയ്ക്ക് ഒരൊറ്റപ്പുരയുണ്ട്. അതിന്റെ ഇല്ലിപ്പടിക്കൽ ഖാലിയാർ ചെന്ന് നിന്നു. ആരുല്ലേ? അയാൾ വിളിച്ചു ചോദിച്ചു. ഉച്ചനേരത്ത് മലമ്പണിക്ക് പോകുന്നവർ ആരും വീട്ടിൽ കാണില്ലെന്ന് അറിയാതെയല്ല. വീട് കാത്തുകൊണ്ട് അവിടെ നീലി മാത്രമാണ് ഇരിക്കാറ്. ആരാത്? നീലി അകായിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. അവൾ പുറത്തേക്ക് എത്തിനോക്കി. ഹായ്. അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സുഗന്ധാനാ? ഘനഗംഭീരമായി ഖാലിയാർ ചോദിച്ചു. നീലി എന്തോ പറഞ്ഞു. ചുണ്ടുകൾക്കിടയിലൂടെ സീൽക്കാരം പുറപ്പെടുവിച്ചു. തിണ്ണയിലേക്ക് അവൾ നീക്കിയിട്ട തടുക്കിന്മേൽ ഖാലിയാർ ഇരുന്നു. ചെക്കനെങ്കേ? അയാൾ ചോദിച്ചു. കോളിപ്പോയെടുക്കണോ കാലിയാരെ? വേഷ്. നീലി കച്ചമുറിയുടെ തുമ്പുകൊണ്ട് കണ്ണു തുടച്ചു. എന്തോ ആവോ കാലിയാരെ, എന്റെ ചെക്കൻ. ഭയപ്പെടണ്ട, അയാൾ പറഞ്ഞു. ഷെയ്ക്ക് തങ്ങളോട് കിർഫയിരിക്കുമ്പോൾ എതുക്ക് ഭയം? 2 കിളിവാലൻ വെറ്റിലയും ഒരു പഴുക്കടക്കയും അവൾ അയാളുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് ഖാലിയാർ മുറുക്കി ചുവപ്പിക്കാൻ തുടങ്ങി. ചെക്കിനിക്ക് ഒന്ന് ഊതിക്കളയണം, ഖാലിയാർ പറഞ്ഞു. അവനോടെ ശരീരത്തിൽ അപ്പടി പൂതമാക്കും. തന്നെ കാലിയാരെ? അപാരமான പൂതങ്ങൾ. തമ്പിരാക്കളെ, ഭയപ്പെടണ്ട, അയാൾ വീണ്ടും പറഞ്ഞു. നിനക്കും ഒരു പൂശ ചെയ്തളയാം. നീലി വാതിൽ മറഞ്ഞു നിന്നു. കുറച്ചുനേരം രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ഭയം വേണ്ട, ഖാലിയാർ ആവർത്തിക്കുന്നത് നീലി വീണ്ടും കേട്ടു. ആ ഒറ്റപ്പുരയിൽ 20 കൊല്ലം മുമ്പാണ് അഞ്ചമ്മമാരുടെ മകനായി അപ്പുക്കിളി പിറന്നത്. നാച്ചിയും കോച്ചിയും പാച്ചിയും കാളിയും നീലിയും ഏട്ടത്തി അനിയത്തിമാരായിരുന്നു. ആദ്യത്തെ 4 പേർക്കും കെട്ടിയവന്മാരുണ്ടായിരുന്നു. എന്നിട്ടും അവർ പെറ്റില്ല. കെട്ടിയവനില്ലാഞ്ഞും 16കാരിയായി നീലി നല്ലൊരു ആൺകുട്ടിയെ പെറുകയും ചെയ്തു. ആദ്യത്തെ 3 മൂത്തച്ഛന്മാരും നീലിയെ കുടിയിറക്കണമെന്നായി. നീലി എങ്ങും ഇറങ്ങില്ലെന്ന് കാളിയുടെ കെട്ടിയവനും പറഞ്ഞു. അങ്ങനെ നീലി അവിടെ താമസിച്ചു. കുട്ടിക്ക് കാളിയും നീലിയും കൂടി അപ്പു എന്ന് പേരിട്ടു. കാളിയുടെ കെട്ടിയവന്റെ പേര് കുട്ടാപ്പു എന്നായിരുന്നു.
കെട്ടിയവന്മാരുള്ള 4 ഏട്ടത്തിമാരും പിന്നെയും പെറ്റില്ല. പെറ്റവൾക്ക് കെട്ടിയവനും ഉണ്ടായില്ല. ഏട്ടത്തിമാർ പാലില്ലാത്ത മുലമുട്ടുകൾ അപ്പുവിന്റെ കുഞ്ഞു ചുണ്ടിലമർത്തി തൃപ്തിപ്പെട്ടു. അങ്ങനെ അവർ അവനെ മകനാക്കി. 5 അമ്മമാരും ചേർന്ന് അവനെ താലോലിച്ചു. ധാരേ, ധാരടാ, നാച്ചി പറയും. എന്റെ രാശം മകനാ. രാശേ, കോച്ചി പറയും. എന്റെ മകരാശി. തമ്പാട്ടി മകനാണ്ടാ, പാച്ചി പറയും. കൊച്ചുഭാഷയിൽ കാളി പറയും. ദാടെ, ദാടെ വന്നേ പെത്തേ. അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ, കൊഞ്ചാൻ തുടങ്ങിയപ്പോൾ അമ്മമാർക്ക് സഹിച്ചില്ല. നങ്ങന്റെ കിളിയാണേ, അവർ പറഞ്ഞു. അങ്ങനെയാണ് അപ്പു കിളിയായത്. മാമ വേണടാ അപ്പു കിളിയേ, ഒന്നാമത്തെ അമ്മ ചോദിക്കും. മാണ്ട. ഈച്ചി. വറുത്ത ഇറച്ചി നാരുനാരായി ചീന്തിയെടുത്ത് അവന്റെ ചുണ്ടത്ത് വെച്ചുകൊണ്ട് രണ്ടാമത്തെ അമ്മ അവനെ മടിയിലിരുത്തും. മൂന്നാമത്തവൾ അവനെ തട്ടിപ്പറിക്കും. പോടി, എന്റെ കിളിമകന് കീച്ചി മാണ്ട. വീണച്ചക്കര തരട്ടടാ അപ്പുക്കിളിയെ. അവൾ അവന്റെ ചുണ്ടിൽ ചക്കരപ്പാവ് പുരട്ടിക്കൊടുക്കും. കുതിരക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ആ ഇരിപ്പിൽ മധുരപ്രിയനായ അപ്പുക്കിളി ഗർജിക്കും. ഞൊന്താതി. നാലാമത്തെ അമ്മയുടെ മടിയിലിരുന്ന് കൂമനാടുമ്പോഴാണ് നീലി മകനെ തന്റെ മടിയിലേക്ക് വിളിക്കുക. പെറ്റമ്മയല്ലേ. ഒരു പരുക്കൻ ചിരിയോടെ അപ്പുക്കിളി നീലിയുടെ മടിയിലേക്ക് ചായും. ഇങ്ങനെയാണ് ആ ശുഖശിക്ഷണം നടന്നത്. 4 കെട്ടിയവന്മാരിൽ കേമൻ പല്ലശേനക്കാരനായ കുട്ടാപ്പുവായിരുന്നു. പല്ലശേനയിലെ മലഞ്ചെരിവുകളിൽ കൃഷി നടത്തുന്നവരായിരുന്നു അവന്റെ പൂർവികന്മാർ. കൃഷിയില്ലാത്ത കാലങ്ങളിൽ അവർ നരികളെ കൂടുവച്ചു പിടിച്ചു. അതുകാരണത്താലാണ് പെൺവഴിക്ക് വന്ന് താമസമുറപ്പിച്ച കുട്ടാപ്പുവിനെ ഖസാക്കുകാർ കുട്ടാപ്പുനരി എന്ന് വിളിച്ചത്. കുട്ടാപ്പുനരിയുടെ വലിയ ചുവന്ന കണ്ണും തുറിച്ചു തൂങ്ങിയ ചുണ്ടും അപ്പുകിളിക്കും കിട്ടിയിരുന്നു. ചെക്കൻ അയാളിന്റെ കൂടെ തന്നെ കളിയും ചെറിയും കിടത്തും, നീലി പറഞ്ഞു. അതാണ് അയാളിന്റെ പാഷു കൊണ്ടടക്കണ്. അപ്പുകിളി വളർന്നു. കയ്യിനും കാലിനും ഒരം വെച്ചു. പക്ഷേ അവൻ കൊച്ചുകുട്ടികളുടെ കൊച്ചുഭാഷയിൽ സംസാരിച്ചു. ക്രമേണ അമ്മമാരുടെയും ഭാഷ അതുതന്നെയായി. 10ാമത്തെ വയസ്സിൽ അവന്റെ വളർച്ച നിലച്ചു. ഉടലും തലയും മാത്രം വലുതാവാൻ തുടങ്ങി. കൈയും കാലും മുരടിച്ചു. കുട്ടിയുടെ വളർച്ച ശരിയല്ലെന്ന് പറയാൻ തുനിഞ്ഞവരോട് കുട്ടാപ്പുനരി വഴക്കിന് ചെന്നു. കോച്ചിയും നാച്ചിയും പാച്ചിയും കാളിയും പറഞ്ഞു. നങ്ങണ്ട രാജകുമാരിയാണേ, പഞ്ചവർണ്ണ കിളിയാണേ. നീലി മാത്രം വേദനിച്ചു. അവളുടെ വേദനയിൽ പങ്കുചേരാൻ ആരുമുണ്ടായിരുന്നില്ല. നീലിയുടെ വീട്ടിൽ ചെന്നതിന്റെ 2ാം ദിവസം അലിയാരുടെ ചായപ്പീടികയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഖാലിയാർ ഒരു ജിന്നിന്റെ കഥ പറയുകയായിരുന്നു. എന്നാണ് അന്ത ഓട്ട് കമ്പനി ഇല്ലവാ, അന്ത കോമൺ ടാക്കി ഷോട്ട് കമ്പനി ഓലോക്കോട്ട് പാലത്ത് കിട്ടെ. അതിന്റെ മുമ്പി ഒരു രാവത്തൊരു ശർബത്ത് കട വെച്ചിരിക്കുന്നത് പാത്തിട്ടുണ്ടല്ല, അതൊക്കെ പടിഞ്ഞാപ്പുറത്ത്. എന്താ നാം പറയട്ടെ ഉപ്പോച്ച, നിങ്ങ കണ്ട ഞെട്ടിച്ചത്താളയും. ഷായിന്ന് ചൊന്ന ശരിയാന പിഷായി. പക്ഷേ നമ്മന്റെ കൈ കിടക്കണോ ഇവറ്റിന്റെയും ഇവറ്റ മുത്തപ്പന്റെയും കുടുംബ. ഞാനൊരു മന്ത്രം ജപിച്ചങ്ങാണ്ട് ഒറ്റ ഊത്ത്. ഫൂ. ചായപീടികയുടെ മൂലയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. ഡാ കാലി, കാലി. കുട്ടാപ്പുനരി തുടർന്നു. നീ ആരനെ വേണമെങ്കിൽ ഊതിക്കോ, നങ്ങന്റെ കുട്ടീനെ മാത്രം ഊതാൻ വരണ്ട. ഊതിയോ നിനക്കത് നല്ലതിനല്ല. ഈ ക്ഷോഭത്തിന്റെ സാരം ആർക്കും മനസ്സിലായില്ല. അന്നത്രയും കുട്ടാപ്പുനരി അതേ നിലയിൽ കഴിഞ്ഞു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ പേടി പിടിച്ചു. ഖാലിയാരുടെ കൈവശം ഷെയ്ഖിന്റെ പ്രേതമാണ്. ചെതലയിൽ വിറകൊടിക്കാൻ ചെല്ലുമ്പോൾ പ്രേതം വന്ന് പിടിച്ചെങ്കിലോ? അയാൾ നീലിയോട് ഉപദേശം ചോദിച്ചു. നീലി മിണ്ടുന്നില്ല. പിണക്കമാണോ? ആത്മരക്ഷയ്ക്കായി കുട്ടാപ്പുനരി കുട്ടാടൻ പൂശാരിയെ സമീപിച്ചു. വെഷത്താന്മാരുടെയും ഊട്ടുദൈവങ്ങളുടെയും നടുവിലിരുന്നുകൊണ്ട് കുട്ടാടൻ പ്രശ്നം വെച്ചു. ആ കാലമത്രയും തന്റെ ദൈവങ്ങളും രാവുത്തന്മാരുടെ ദൈവങ്ങളും തമ്മിൽ കലഹിക്കാതെ കഴിഞ്ഞു പോന്നതാണ്. ഹിന്ദു ദൈവങ്ങൾക്ക് വേണ്ടി ശിവരാമൻ നായർ മിയാൻ ഷെയ്ഖിനെതിരെ നടത്തിയ സമരങ്ങളിലൊന്നും തന്നെ താൻ പങ്കുചേർന്നിട്ടില്ല. എന്നല്ല,
ഖസാക്കിൽ ആരും തന്നെ പങ്കുചേർന്നിട്ടില്ല. അത് വേണ്ട നരിയെ, പൂശാരി പറഞ്ഞു. ദൈവങ്ങ തമ്മി കടിവണയാൻ പഴുതില്ല. കുട്ടാപ്പ് നരി പണം നീട്ടി. ആടുവെട്ടി കളിയാട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ജീവനിൽ പിടിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിലൊന്നും കുട്ടാടൻ പൂശാരി വീണില്ല. അവിടെ നിന്ന് തിരിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് കുട്ടാപ്പ് നരിക്ക് വെളിവുണ്ടായിരുന്നില്ല. അന്നുച്ചയ്ക്ക് ആടിന് തഴയൊടിക്കാൻ പോയപ്പോഴാണ് കാര്യത്തിന്റെ ഭയങ്കരത മനസ്സിലാക്കിയത്. കുറ്റിക്കാട്ടിൽ തനിച്ചു നിന്നുകൊണ്ട് തഴയൊടിക്കുകയാണ്. ചുറ്റും ഏകാന്തത, മരീചിക. അകലെ ഒടിഞ്ഞു പൊന്തിയ പാപ്പാദികൾ പോലും കുട്ടാപ്പ് നരിയെ പേടിപ്പിച്ചു. സയ്യദ് മിയാൻ ഷെയ്ഖിന്റെ പ്രേതവും ജിന്നുകളും ആ നൊച്ചിത്തഴപ്പുകളിൽ നീലപ്പൂക്കൾക്ക് പിന്നിൽ പറ്റിക്കിടക്കുന്നുണ്ടാവും. അല്ല, അവർ തന്നെ പിന്തുടരുകയാണ്. കുട്ടാപ്പുനരി വരമ്പത്തുകൂടെ പ്രാണനും കൊണ്ട് പാഞ്ഞു. ഖസാക്കിലേക്കല്ല. അന്ധമായൊരു പ്രേരണ അയാളെ കൂമൻകാവിന് നേർക്കാണ് പായിച്ചത്. നന്നേ തളർന്നാണ് കൂമൻകാവിലെത്തിയത്. തോട്ടുവക്കത്തെ കൈതപ്പൊന്തകളുടെ മറവിൽ ഇത്തിരി നേരം ഇരുന്ന് കനമയച്ച ശേഷം അയാൾ എസൻസ് പീടികയിൽ കയറി. സ്വൽപ്പം അകത്തു ചെന്നപ്പോൾ ക്ഷീണം തീർന്നു. എങ്കിലും അവിടെ നിന്നുകൂടാ. കൂമൻകാവും ചെതലിയുടെ നിഴലിൽ കിടക്കുന്ന സ്ഥലമാണ്. കുട്ടാപ്പുനരി പാലക്കാട്ടേക്ക് വെച്ചടിച്ചു. സർക്കാർ നിരത്താണ്. ഇവിടെ വെച്ച് പ്രേതം പിടിക്കുകയാണെങ്കിൽ അതൊന്ന് കാണട്ടെ. ഒരു സംഘം കാളവണ്ടികൾ പാലക്കാട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അവയെ ചേർന്ന് കുട്ടാപ്പുനരി നടന്നു. 4 കണ്ണുകളെ കെട്ടാൻ ഒടിയന്മാർക്കോ പ്രേതങ്ങൾക്കോ കഴിയില്ല. വാടാമിയാൻ ഷെയ്ക്ക് ഉശിരുണ്ടെങ്കിൽ അറിയാതെ ഒരു പോർക്കുവിലിയുടെ ആത്മഗതത്തിൽ കുട്ടാപ്പുനരി മുണ്ട് തെരുത്തുയർത്തി. അതെന്നെ ഊര കാട്ടരുത്? വണ്ടി തെളിച്ച രാവുത്തർ കുട്ടാപ്പുനരിയോട് ചോദിച്ചു. കുട്ടാപ്പുനരി കാളയുടെ ചേരെ നടന്നു. കാളയുടെ മുതുക് തലോടി. അയാൾ രാവുത്തരോട് ചോദിച്ചു, ബീഡിയുണ്ടോ മരയ്ക്കാരെ? ബീഡി വലിച്ചു തീരുവോളം കാളയുടെ മുതുക് തലോടി തന്നെ നടന്നു. പിന്നെ രാവുത്തരോട് ചോദിച്ചു, ഞമ്മള് കയറിയിരിക്കട്ടെ? വണ്ടി കാലിയടിച്ചു മടങ്ങുകയാണ്. രാവുത്തർ കയറിയിരുന്നോളാൻ പറഞ്ഞു. എന്നാ അന്ത ഊര കാട്ടിയതിനോട് സത്യം? രാവുത്തർ പിന്നെയും ചോദിച്ചു. കുട്ടാപ്പുനരി പറഞ്ഞു, ഒരു ഭൂതം നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട്. എന്നാ ഒന്ന് കാണണമല്ലോ. നീയെ പേടിക്കാണ്ടിരി, രാവുത്തർ പറഞ്ഞു. ഈ ആളിന്റെ അടിയിന്ന് ഒരുത്തനെ ഭൂതം പിടിച്ചാ ഈ കച്ചവടം നിർത്തുന്നമ്മ. പിറ്റേ ദിവസം. ഏത് കച്ചവടം? വണ്ടിയാട്ടണ കച്ചവടം. വണ്ടികൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. പാലക്കാട്ടെത്തുമ്പോഴേക്ക് അന്തിമയങ്ങിയിരുന്നു. നരി രാവുത്തരോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. കോട്ടമൈതാനം വഴി അയാൾ നഗരത്തിലേക്ക് കടന്നു. മൈതാനത്ത് കിസാൻ സംഘക്കാരുടെ യോഗം നടക്കുകയാണ്. നിരുന്മേഷവാനായി നരി കുറെ നേരം പ്രസംഗം കേട്ടുനിന്നു. കൂലിയുടെയും പതമ്പിന്റെയും കാര്യമാണ് പറയുന്നത്. തന്നെ സ്പർശിക്കുന്ന കാര്യം തന്നെ. പക്ഷേ കേട്ടു നിൽക്കാൻ ക്ഷമയില്ല. സുൽത്താൻപേട്ടയിലെത്തിയപ്പോൾ വീണ്ടും ദാഹം തോന്നി. 2-3 ദ്രാം കൂടി അകത്ത് ചെന്നതോടെ സ്ഥിതിയാകെ മാറി. ഇനി മിയാൻ ഷെയ്ഖിനെ പേടിക്കുകയോ? ഛേ, ഇപ്പോൾ തന്നെ ഖസാക്കിലേക്ക് മടങ്ങിയിട്ടുള്ളൂ വേറെ കാര്യം. നേരെ ചെതലിമല കയറി പിടിക്കണം മിയാൻ ഷെയ്ഖിനെ. ഊതമേ വാടാ തരനനന എന്നിങ്ങനെ ആലപിച്ചുകൊണ്ട് കുട്ടാപ്പുനരി ഖസാക്കിലേക്ക് തിരിച്ചു നടന്നു. ഒരു കരിലോറി നരിയെ കൂമൻകാവിന് സമീപം ഇറക്കിവിട്ടു. ചന്ദ്രൻ മങ്ങി പ്രകാശിച്ചു. ചെതലിയുടെ കൊടുമുടി അകലെ പ്രത്യക്ഷപ്പെട്ടു. കുല്ലത്തൊപ്പിയിട്ട ഒരു പടുകൂറ്റൻ രാവുത്തരാണതെന്ന് കുട്ടാപ്പുനരിക്ക് തോന്നി. പെട്ടെന്ന് വീണ്ടും വിയർപ്പ് പൊടിയാൻ തുടങ്ങി. ഷെയ്ഖും ജിന്നുകളും തന്റെ പുറകെ വരികയാണ്. കുട്ടാപ്പുനരി ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ചു. ശബ്ദം പൊന്തിയില്ല. കുതിരക്കുളമ്പടികൾ പുറകെ വരുന്നു. അധ്യായം 12. സന്ധ്യ. പിറ്റേന്ന് കാളിയും നീലിയും ഖാലിയാരെ ശരണം പ്രാപിച്ചു. കുട്ടാപ്പുനരി പെരുമ്പനിയും പിടിച്ച് കിടപ്പാണ്. പുകചുറ്റിയ കണ്ണുകൾ നീലിയെ അടിമുടി തഴുകി. ഖാലിയാർ പറഞ്ഞു, ശരി, പോയിക്കോളി. നീലി എന്തോ പറയാൻ ഭാവിച്ചു. പക്ഷേ
അവിടെ മറുചോദ്യത്തിന് പഴുതില്ല. രാജാവിന്റെ പള്ളിക്കകത്ത് നിശ്ചലത പോലും അവളെ വിലക്കി. ഖാലിയാരുടെ കണ്ണുകൾ ഇപ്പോൾ പാതി അടഞ്ഞിരുന്നു. കൈയുയർത്തി പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, പൊയ്ക്കോളി, ഞമ്മൾ ആലോചിക്കും, പൊയ്ക്കോളി. കാളിയും നീലിയും വീട്ടിലെത്തി. നീലി അപ്പോഴും കരയുകയാണ്. അപരാധം ക്ഷമിച്ചെന്നോ ക്ഷമിച്ചില്ലെന്നോ ഖാലിയാരുടെ വാക്കിൽ നിന്ന് തെളിഞ്ഞിരുന്നില്ല. ഖാലിയാരാകട്ടെ പള്ളിക്കാട്ടിൽ ചുറ്റിച്ചുറ്റി നടന്നു. മയ്യത്തുകളുടെ ചതുപ്പിൽ ചന്ദനത്തിരികൾ കുത്തി നിർത്തി. പുകയത്രയും ശ്വസിച്ചു തീർത്ത് അയാൾ പാടത്തേക്കിറങ്ങി. ഖസാക്കിനെ ഒരു വട്ടം വെച്ചു. വരമ്പിൽ എതിരുമുട്ടിയ ഒരു ഖസാക്കുകാരൻ അറിയിച്ചു, കുട്ടാപ്പൂന്റെ പണി തീർന്നു കാലിയാറേ. സ്വപ്നത്തിലെന്ന പോലെ ഖാലിയാർ നീലിയുടെ വീടിന് നേരെ നടന്നു. ശവമെടുക്കാൻ ദേശക്കാർ കൂടിയിട്ടുണ്ട്. അയാൾ ഇല്ലിപ്പടിക്കൽ നിന്നു. ഉടലത്രയും തകിലുകൊട്ടി വിറയ്ക്കവേ ഷെയ്ഖ് തങ്ങളുടെ മന്ത്രം 3 വട്ടം അയാൾ ഉരുവിട്ടു. പിന്നെ അതിന്റെ ഫലമറിയാൻ കാത്തുനിൽക്കാതെ അവിടെ നിന്ന് ധൃതി വെച്ച് നടന്നു. പിറ്റേ മാസം ചൈത്രമായിരുന്നു. ഖാലിയാർ അപ്പുക്കിളിക്ക് കണ്ണിനൂതുകയും രക്ഷയടച്ച് കെട്ടുകയും ചെയ്തു. അപ്പുക്കിളിയെ പെറ്റിട്ട് 20 കൊല്ലമായിരുന്നു. നീലിക്ക് വീണ്ടും സുഖമില്ലാതായി. ഊതാൻ വന്ന ഖാലിയാരോട് അവൾ പറഞ്ഞു, ഖാലിയാരെ, എന്നാ സംഗതി? നീലി മുഖം കുനിച്ചു. ഉലർന്നു കിടന്ന ചുണ്ടിലെ നനവിന്മേൽ വെയിലു തട്ടുന്നത് ഖാലിയാർ നോക്കി. അവൾ പറഞ്ഞു, എനിക്ക് വയ്യ. ഖാലിയാർ ആലോചിച്ചു. ശരി, അയാൾ പറഞ്ഞു. മരുന്ന് ചെയ്തളയാ. ഖാലിയാർ ചികിത്സിച്ചു. ചൈത്രം കഴിഞ്ഞു. 3 മാസം ചികിത്സ തുടർന്നു. അലസവും മധുരവുമായ ഒരാവലാതിയിൽ നിന്ന് നീലിയുടെ രോഗാവസ്ഥ ഒരാസന്നതയായി മാറി. നിസ്സഹായയായി അവൾ വിളിച്ചു, ഖാലിയാരെ. അങ്ങനെ ഒരു രാത്രി ഖാലിയാർ ചെതലിയിൽ നിന്ന് കുറെ വേരുകൾ കൊണ്ടുവന്ന് നീലിക്ക് കലക്കിക്കൊടുത്തു. പാതിരയോടടുത്ത് വേദന തുടങ്ങി. ഉടലുകൾ മുറിഞ്ഞു മുറിഞ്ഞു പോവുകയാണോ? ഒടുവിൽ നിയന്ത്രണമറ്റ് അവൾ ഉറക്കെ നിലവിളിച്ചു. പാനീസു വിളക്കുകൾ നീലിയുടെ വീടിന് നേർക്ക് നീങ്ങി. നീലി നിലത്ത് കിടന്ന് ഉരുളുകയാണ്. അവിടമാകെ ചോരക്കളം. കുട്ടാപ്പുനരിയെ കുഴിച്ചിട്ടതിന്റെ സമീപം നീലിയും നിദ്ര കൊണ്ടു. അപ്പുക്കിളി 4-5 ദിവസം പണിക്കൻ പൊട്ടയിൽ കരഞ്ഞുകിടന്നു. രാത്രികാലങ്ങളിൽ മുനിയിരിപ്പുകളിലും പാലകളിലും കാലൻ കോഴികൾ പറന്നെത്തി. അവ അവനോട് സംസാരിച്ചു. രാത്രി മഴ പെയ്തപ്പോൾ ചുളുക്കുന്ന കാനൽത്തുള്ളികൾ അവന്റെ മേൽ വീണു. പുലർച്ചയ്ക്കാണ് രവിയും മാധവൻ നായരും അപ്പുക്കിളിയെ തേടിപ്പിടിച്ചത്. ആവൂ അപ്പേ, നിനക്ക് പനിക്കണില്ലടാ. രവിയും തൊട്ടുനോക്കി. പനിക്കുന്നുണ്ട്. അപ്പുക്കിളി എന്തിനാ അവിടെ കിടന്നേ? രവി ചോദിച്ചു. അപ്പുക്കിളി ഉത്തരം പറഞ്ഞില്ല. ശരി ഖഗമേ, നീ എണീക്ക്, മാധവൻ നായർ പറഞ്ഞു. അപ്പുക്കിളി എണീറ്റു. മാധവേട്ടന്റെയും രവിയുടെയും കൈകളിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് അവൻ ഖസാക്കിലേക്ക് തിരിച്ചു നടന്നു. ഞാറ്റുപുരയിലെത്തിയ ഉടനെ രവി കിളിയെ താഴുവാരത്ത് പുതപ്പിച്ചു കിടത്തി. ചൂടുകാപ്പി കുടിക്കാൻ കൊടുത്തു. 2 അനാസ്യം കൊടുക്കാം. എന്താ മാധവൻ നായരെ? രവി ചോദിച്ചു. മാഷിന്റെ ഇഷ്ടം, മാധവൻ നായർ പറഞ്ഞു. എന്നോട് കേട്ടാ മരുന്നൊന്നും വേണ്ടാന്ന് ഞാൻ പറയും. രവി തെർമോമീറ്റർ വെളിച്ചത്തേക്ക് പിടിച്ചു നോക്കി. 104 പനിക്കുന്നു. രവി കിളിയുടെ നെറ്റി തലോടി. കിളിയേ, രവി വിളിച്ചു. കിളി കണ്ണു തുറന്നില്ല. തളർന്നൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പിന്നെ എന്തു ചെയ്യാനാ മാധവൻ നായരെ? രവി ചോദിച്ചു. ഊതിക്ക, കുട്ടാടൻ പൂശാരിയെ കൊണ്ട്. എന്തോ എനിക്കറിഞ്ഞുകൂടാ. 104 പനി. അപ്പുക്കിളിയുടെ കൈപ്പടങ്ങൾ കൂട്ടിപ്പിടിച്ച് മാധവൻ നായർ കട്ടിലിന്റെ ഓരത്തിരുന്നു. മാധവൻ നായരെ, രവി പറഞ്ഞു, കൊഴണശ്ശേരിയില് ഒരു ഡോക്ടറില്ലേ? ഒന്ന് ചെന്ന് വല്ല മരുന്നും കൊണ്ടുവന്നെങ്കിലോ? ഒന്നും വേണ്ട മാഷേ. ചുമതലയാ മാധവൻ നായരെ. കിളിയുടെ ആളോട് ചെന്ന് പറയാ. ആരിനോട് പോയി പറയാനാ മാഷേ? കിളിക്കാരാ ഇനി ആള്? അന്നേ ദിവസം ക്ലാസ് കഴിഞ്ഞ ഉടനെ
അലിയാരുടെ സൈക്കിൾ കടം മേടിച്ച് രവി കൊഴണശ്ശേരിക്ക് ചവിട്ടി. പകുതി വഴി ഉരുട്ടണം. പിന്നെ വരമ്പുകളിലൂടെ, വണ്ടിത്താരകളിലൂടെ കഷ്ടിച്ച് ചവിട്ടിപ്പോകാം. മരുന്നുമായി തിരിച്ചെത്തുമ്പോൾ രാത്രിയായിരുന്നു. ഞാറ്റുപുരയുടെ മുറ്റത്ത് കുത്തുവിളക്കുകൾ എരിയുന്നതാണ് രവി കണ്ടത്. തെച്ചുമാല ചൂടി ചന്ദനക്കല്ലിന്മേൽ അപ്പുക്കിളി ചമ്മറം പടിഞ്ഞിരിക്കുന്നു. ഉടുക്കുകൊട്ടിക്കൊണ്ട് മാധവൻ നായർ അടുത്തിരുന്നു. കുട്ടാടൻ പൂശാരി ഉറഞ്ഞു വെട്ടി. നീലിയച്ചി വരുത്തപ്പെടണ്ടാ, പൂശാരി ഉരുവിട്ടു. നീലിയച്ചി ഇഞ്ഞിവിടെ നിക്കണ്ട. സൈക്കിൾ തിണ്ണയിൽ ചാരി രവി മാധവൻ നായരുടെ അടുത്ത് ചെന്നു. തുടികൊട്ട് ഉയർന്നു. കുത്തുവിളക്ക് ആന്തിക്കത്തി. നീലിയച്ചി കരയണ്ട, കുട്ടാടൻ പിന്നെയും പറഞ്ഞു. ഈയ പൊട്ടൻ നങ്ങണ്ട കുട്ടിയാണോ? നങ്ങ അവന്റെ കൊറ്റു മുടക്കൂല. നീലിയച്ചി ഇനി നിക്കരുത്. പുകിൻ, പോയി കൂടുപറ്റിൻ. കുട്ടാടൻ പൂശാരിയുടെ കണ്ണുകൾ കനച്ചു. ഒരു പിടി തിരുനൂറുവാരി ഊക്കോട് അപ്പുക്കിളിയുടെ നേർക്കെറിഞ്ഞു. ഫോ! പൂശാരി അട്ടഹസിച്ചു. അപ്പുക്കിളി മലർന്നടിച്ചു വീണിരുന്നു. വാള് നിലത്തിട്ട് കുട്ടാടൻ പൂശാരി ചോടുകൾ വെച്ചു. തുടികൊട്ടിന്റെ സ്ഥായി മാറി പ്രസാദപൂർണമായി. മഞ്ഞൾപ്പൊടിയും കരിയും കൊണ്ടെഴുതിയ കളത്തിൽ കുട്ടാടൻ പൂശാരി ഇത്തിരി നേരം നൃത്തം ചവിട്ടി. പിന്നെ പൊടുന്നനെ വാളു പെറുക്കിയെടുത്ത് ദൈവപ്പുരയിലേക്ക് തിരിഞ്ഞു നടന്നു. ആളുകൾ പിരിഞ്ഞുപോയി. രവിയും മാധവൻ നായരും കൂടി അപ്പുക്കിളിയെ താങ്ങിയെടുത്ത് താഴുവാരത്ത് കിടത്തി. രവി തൊട്ടുനോക്കി. പനിയിറങ്ങിയിരുന്നു. മരുന്നുകുപ്പി ജനാലപ്പടിയിലിരുന്നു. കിളിയുടെ വീട്ടുകാരോട് പറഞ്ഞോ മാധവൻ നായരെ? പറഞ്ഞു. ആരും വന്നില്ലേ? ഇല്ല. പിന്നെയും എന്തോ ഓർത്തുകൊണ്ട് മാധവൻ നായർ പറഞ്ഞു. പാവം ആ നീലി ഈ പൊട്ടനെ ചൊല്ലി ഒരുപാട് ഖേദിച്ചതാണ്. പക്ഷേ ആ പാശം ഇതുകൊണ്ടൊന്നും മുറിയില്ല. അവള് ഇനിയും വരും. പുറത്ത് രാത്രിയുടെ തുറവുകളിൽ എവിടെയോ ഖേദം തീരാഞ്ഞിട്ട് നീലി തിരിഞ്ഞു നിന്നു. അപ്പുക്കിളിയുടെ കൈയും കാലും ചൊട്ട പിടിച്ചു. ഉറക്കത്തിൽ അവൻ എന്തോ പറഞ്ഞു. കുട്ടാപ്പൂവിന്റെയും നീലിയുടെയും തിരോധാനത്തോടെ ആ വീട്ടിൽ ഒന്നിനും അർത്ഥമില്ലാതായി. കാളിയെയും പാച്ചിയുടെ കെട്ടിയവനെയും ഒരു ദിവസം കാണാതായി. 2 മാസം കഴിഞ്ഞ് പൊള്ളാച്ചി ചന്തയിൽ നിന്ന് മടങ്ങുന്ന രാമച്ചാർ മീനാക്ഷിപുരത്തിന് സമീപം അവരെ കണ്ടുവെന്ന് പറഞ്ഞു. പാച്ചി പിന്നെ ഖസാക്കിലിരുന്നില്ല. കൊട്ടേക്കാടൻ മലകളിൽ പാറ പൊളിക്കുന്നുണ്ട്. പുന്നപ്പാറയിൽ അണക്കെട്ടിനു വേണ്ടിയാണ്. ക്വാറികളിൽ ആർക്കു വേണമെങ്കിലും പണിയുണ്ട്. പാച്ചിയും അങ്ങോട്ട് ചെന്നു. പിറ്റത്തെ ആഴ്ച നാച്ചിയും പുന്നപ്പാറയിലേക്ക് പോവാൻ തീർച്ചയാക്കി. അവളുടെ കെട്ടിയവൻ അരുതെന്ന് പറഞ്ഞു. അവൾ നിന്നില്ല. ഏട്ടത്തെയും അനുജത്തെയും പാറ പൊളിക്കുന്നതിൽ പെട്ടുവെന്ന് ആളുകൾ പറഞ്ഞു. അല്ല, മലമ്പുഴയിൽ ചായക്കട വച്ചിരുന്ന ഒരു ചേട്ടനോട് കൂട്ടുകൂടി 2 പേരും തെക്കോട്ടു പോയെന്നും ശ്രുതിയുണ്ടായിരുന്നു. ആ വീട് പിന്നെയും ദ്രവിക്കാൻ തുടങ്ങി. കോച്ചിക്ക് ചോരവാർച്ച പിടിപെട്ടു. നിലയ്ക്കാതായി. കെട്ടിയവന്മാർ അവളെ പാലക്കാട്ട് ആസ്പത്രിയിൽ കൊണ്ടുചെന്നാക്കി. കോച്ചിയും പിന്നെ മടങ്ങുകയുണ്ടായില്ല. 2 ആണുങ്ങൾ മാത്രം അവശേഷിച്ച ആ വീട്ടിൽ വാക്കേറുന്നത്, അടി വീഴുന്നത് ഒന്നും തന്നെ അപ്പുക്കിളി അറിഞ്ഞില്ല. അവൻ ചിലപ്പോൾ മാത്രം അവിടെ കയറി. അല്ലെങ്കിൽ വീടിന്റെ തൊടികയിലെ പഴയ കാവച്ചാളയിൽ കിടന്നുറങ്ങി. അവസാനം പഞ്ചഭൂതങ്ങൾ അഴിയുന്നതുപോലെ പെൺവഴിക്ക് വന്ന് താമസമാക്കിയ കെട്ടിയവരിൽ ശേഷിച്ചവരും അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചുപോയി. പലരും അപ്പുക്കിളിക്ക് ചോറ് കൊടുത്തു. അലിയാരുടെ ചായപ്പീടികയിൽ കയറിക്കഴിഞ്ഞാൽ അള്ളാപ്പിച്ച മൊല്ലാക്ക ചോദിക്കും, എന്നാ വേണം കിളിയേ? കടലമുതുക്ക്. കടലമുറുക്ക് കഴിഞ്ഞാൽ പിന്നെ ചായ, അല്ലെങ്കിൽ നിലവിളി. ചായ മട്ടുമാ, അലിയാർ പറയും. ഉശിരി വേണമെങ്കിൽ കൊടുക്കാതാ എനിക്ക് ഞമ്മള്. ചായയും കുടിച്ച് മൈമൂനയുടെ മാറ്റപ്പീടികയിലേക്കാണ് നടക്കുക. ബീരിതാതി അച്ചിയെ, പോയി കുറ്റി പെറുക്കടാ പന്നി, അവൾ പറയും. അത് കേട്ടാൽ പിന്നെയും കരച്ചിലായി. പിന്നെ മാധവൻ നായരാണ് സമാധാനിപ്പിക്കുക. 5 അമ്മമാരുടെയും 4 അപ്പന്മാരുടെയും ആ കുടില് പുതുമഴക്കിടിഞ്ഞു വീണു. അതോടെ അപ്പുക്കിളി മാധവൻ നായരുടെ തുന്നൽ പീടികയിലേക്ക് താമസം മാറ്റി. കുറെ കൊല്ലം മുമ്പ് തന്റെ അമ്മ മരിച്ചതിൽ പിന്നെ തുന്നൽ പീടികയും വീടുമായ ആ കൊച്ചുപുരയിൽ മാധവൻ നായർ തനിച്ചു താമസമാണ്. അതിഥിയോ അനാഥനോ ആയല്ല,
അപ്പുക്കിളി അവിടെ വന്നത്. മാധവൻ നായരുടെ പീടികയിൽ ഒരു ജമുക്കാളം കണ്ട കിളി താമസം മാറ്റിയ ആദ്യ രാത്രിയിൽ തന്നെ പറഞ്ഞു, തൊത്തികെത്തിത്താതാ മാധവേത്തോ. പീടികമുറ്റത്തെ പുളിങ്കൊമ്പിൽ മാധവൻ നായർ ജമുക്കാളം മടക്കി തൊട്ടില് കെട്ടി. അപ്പൻ കാളയെ കിടത്തി ഉറക്കാൻ പോകുന്ന തൊട്ടിലായിരുന്നു. അതിൽ കാൽപ്പടങ്ങൾ പുറത്തേക്കിട്ട് അപ്പുക്കിളി കിടന്നുറക്കമായി. ആ തൊട്ടിലിലേക്ക് നോക്കുമ്പോൾ മാധവൻ നായർക്ക് ചിലപ്പോൾ ഓർമ്മകൾ ഉണർന്നു. താണുപടർന്ന കൊയ്യാമരത്തിന്റെ കൊമ്പിന്മേൽ വാഴച്ചപ്പുകൊണ്ട് തൊട്ടില് കെട്ടിയത്, തൊട്ടിലിൽ കല്ലിനെ കിടത്തി ഉറക്കി ശിവരാമൻ നായരുടെ മകൾ കല്യാണിക്കുട്ടിയും താനും അമ്മയും അച്ഛനുമായി കളിച്ചത്, അതൊക്കെ എന്നായിരുന്നു? ഒരു രാത്രി തൊട്ടില് കയറി. ഹൗ ഖഗമേ! പിറ്റേന്ന് മാധവൻ നായർ ഖേദിച്ചു. ഇതെങ്ങനെ പൊളിഞ്ഞടാപ്പേ, ഇങ്ങനെ വരാൻ ന്യായം പോരാലോ. വട രാസ്തി തിന്നിട്ടാക്കാം, അലിയാർ പറഞ്ഞു. ഔ മാപ്പിളേ, നീ അങ്ങനെ പറയാതെ. ഇന്നലെ രാത്രി ഭൂമി കുലുങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇത് പൊളിയാൻ ന്യായം പോരാ. ആ ജമുക്കളം അവസാനത്തെ കയ്യിരിപ്പായിരുന്നു. ഇനി എന്തു വേണമെന്ന് ഓർത്തുകൊണ്ട് മാധവൻ നായർ നിന്നു. അവസാനം ഒരു പോംവഴി തോന്നി. പച്ചപ്പനന്തത്തെ, മാധവൻ നായർ ചോദിച്ചു. ചേക്കയിരിക്കാൻ നിനക്ക് സമ്മതം തന്നെയോ? കിളി സമ്മതം മൂളി. എന്നാല് നീ എന്റെ കൂടെ വാ. കിളിയെയും കൂട്ടി മാധവൻ നായർ സ്കൂളിലേക്ക് ചെന്നു. ഞായറാഴ്ചയാണ്. മുറ്റത്തെ പുളിന്തണലിൽ ചാരുകസേലയിട്ട് രവി കിടന്നു. മാഷേ, മാധവൻ നായർ പഠിക്കുന്നെ വിളിച്ചു ചോദിച്ചു. ചേക്കയിരിക്കാൻ ഇടം തരുവോ? എന്തുപറ്റി? മാധവൻ നായർ തൊട്ടിലിന്റെ കാര്യം പറഞ്ഞു. ഇന്നലെ രാത്രി ഭൂമികുലുക്കമുണ്ടായിരുന്നു. അതിൽ ജമുക്കാളം കീറിപ്പൊളിഞ്ഞു. ഇനി തൊട്ടില് കെട്ടാൻ ഒന്നുമില്ല. പീടിക മുറിക്കകത്ത് സ്ഥലവും പോരാ. മാസ്റ്ററേട്ടയുടെ കൂടെയാണെങ്കിൽ തൊട്ടിലിന്റെ ആവശ്യമില്ലെന്ന് കിളിയെക്കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഞാറ്റുപുരയിൽ ചേക്കയിരിക്കാൻ ഇടം തരുവോ? മാധവൻ നായരെ, രവി പറഞ്ഞു. രാത്രി ഇവിടെ തനിച്ചിരിക്കുമ്പോ എന്നെ കൊത്തിയാലോ? അമ്മേ ഭഗവതി, നിങ്ങൾ യാതൊന്നും ചങ്കിക്കണ്ട മാഷേ. എന്തോ നിങ്ങളുടെ ഉറപ്പ്. ഞാറ്റുപുരയിൽ ഒരു വലിയ മുറിയും ഒരു ചെറിയ മുറിയും രണ്ടിനും ചേരെ ഒരിടുങ്ങിയ താഴ്വാരവുമാണ്. എവിടെ വേണച്ചാലും ചേക്കയിരിക്കാം, രവി പറഞ്ഞു. മേഷ്ടരേട്ട നിനക്ക് പഞ്ചസാരയും പാലും പായസം കുളങ്ങളും തരും കേട്ടോ ജാതിയെ, മാധവൻ നായർ കിളിയെ ധൈര്യപ്പെടുത്തി. മൈമുനയുടെ പീടികയിൽ ചെന്ന് രവി ഒരു വലം ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്നു. കിളി തെളിഞ്ഞു. ബിസ്ക്കറ്റ് തീർന്നപ്പോൾ കിളി പറഞ്ഞു, തായ. രവി സ്റ്റൗ കത്തിച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചു. തവിട്ട് നിറത്തിലുള്ള പൊടി വെള്ളത്തിൽ കലക്കുന്നത് തെല്ല് സംശയത്തോടെ കിളി നോക്കി. ഒരു ഗ്ലാസ് കൊക്കോ കുടിക്കാൻ കൊടുത്തിട്ട് രവി ചോദിച്ചു, ഈ ചായ കിളിക്കിഷ്ടായോ? വൈകുന്നേരം സുഖവിവരം അന്വേഷിക്കാൻ മാധവൻ നായർ വീണ്ടും അവിടെ കയറി. വിദ്യ അഭ്യസിക്കണോ മാധവൻ നായരെ? രവി അറിയിച്ചു. ബോർഡിലും നിലത്തും ചുമരിലും വാതിലിലുമൊക്കെ കളർ ചോക്ക് കൊണ്ട് വലിയ ഠകാരങ്ങൾ എഴുതി വച്ചിരുന്നു. ഖഗമേ, മാധവൻ നായർ പറഞ്ഞു, നീയ് നമ്മുടെ ദേശത്തിന്റെ മാനം രക്ഷിച്ചു. കിളിക്ക് ഭിത്തിയുണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്നെ പറയ്. മാഷേ, 10 കൊല്ലം മുമ്പേ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ അക്ഷരം. ഇപ്പോഴും മറക്കാണ്ട് എഴുതിയില്ലേ പുത്തിശാലി? മാധവൻ നായർ ചാരുകസേലയിലേക്ക് കയറിക്കിടന്നു. ചുമരിൽ കുത്തി നിർത്തിയ തലയിണയിൽ ചാരി ബെഞ്ചിൽ കാലു നീട്ടി രവിയുമിരുന്നു. പച്ചയും നീലയും ചുവപ്പുമായി ഠകാരങ്ങൾ അവിടെ മാസകലം വിതറിക്കിടന്നു. ഒരക്ഷരം പഠിച്ചാ മതി, മാധവൻ നായർ പറഞ്ഞു. നേരാ, രവി പറഞ്ഞു. രവി നേരമ്പോക്ക് പറയുകയായിരുന്നില്ല. നേരമ്പോക്കല്ല ഞാനും പറഞ്ഞത്, മാധവൻ നായർ പറഞ്ഞു. നമ്മുടെ ഗുരുഭൂതര് പറഞ്ഞു തന്നതാ മാഷേ. കുറച്ചുകാലം മുമ്പ് മണ്ണൂരിനടുത്ത് ഒരു കടച്ചിക്കൊല്ലന് കണ്ണു കാണാതായി. നിരക്ഷരനായ കടച്ചിക്കൊല്ലൻ വേദങ്ങളെക്കുറിച്ചും ശാസ്ത്രങ്ങളെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങി. ഒരു ചാണക്കല്ലിന്റെ ശബ്ദം ചെകിടോർത്തുകൊണ്ട് അയാൾ തിണ്ണയിലിരിക്കും. ആളുകൾ അയാളുടെ മുന്നിൽ തൊഴുതു നിന്നു.
ഞങ്ങൾക്ക് വഴി കാണിച്ചു തരിക, അവർ പറഞ്ഞു. അവരുടെ കണ്ണുകൾ കളഞ്ഞിട്ട് തിരിച്ചുവരാൻ അയാൾ അവരോട് പറഞ്ഞു. കരിമ്പനകളുടെ ചക്രവാളത്തിൽ സന്ധ്യ കറുത്തു തുടങ്ങിയിരുന്നു. പച്ചക്കിളികൾ കൂട്ടം ചേർന്ന് പറന്നു പോകുന്നുവെന്ന് നോക്കി അപ്പുക്കിളി പടിക്കൽ നിന്നു. ഈ കിളിക്ക് എന്നും അന്തിയാണ് മാഷേ, മാധവൻ നായർ പറഞ്ഞു. എന്നാലോ കൂടൊട്ടു പറ്റൂമില്ല. ആരും കൂട് പറ്റാറില്ല മാധവൻ നായരെ. നേരാ മാഷേ. അപ്പോഴും അസ്തമയത്തിലൂടെ പനന്തത്തകളുടെ ധനുസുകൾ പറന്നകന്നുകൊണ്ടിരുന്നു. അധ്യായം 13. അച്ഛൻ. ആ കൊല്ലമങ്ങനെ കടന്നുപോയി. വേനലിന് സ്കൂള് പൂട്ടി തുറന്നു. പുതുമഴ കഴിഞ്ഞു. ഞാറ്റുവേല കഴിഞ്ഞു. കുട്ടികൾ 25 ഉള്ളൂ. ഇതാരും മുടക്കിയിട്ടല്ല, മാധവൻ നായർ പറഞ്ഞു. മനസ്സിലായി, രവി പറഞ്ഞു. പക്ഷേ ഇക്കൊല്ലം പുതിയ ഇൻസ്പെക്ടറാ മാധവൻ നായരെ. എന്താ പറയാന്ന് നിശ്ചല്ല. ഊട്ടിക്കോ? ആവോ. മുടങ്ങിപ്പോയ പിള്ളേരിന്റെ പേരൊക്കെ എഴുതി വെക്കീ മാഷ്. അപ്പോളോ? അതിനല്ലേ ഇൻസ്പെക്ഷൻ. കള്ളഹാജരാണോ അല്ലയോന്ന് പരിശോധിക്കും. മാധവൻ നായർ ഒന്നും പറഞ്ഞില്ല. ഇത്തിരി കഴിഞ്ഞ് രവി പറഞ്ഞു. അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഓണപ്പൂട്ടൽ കഴിഞ്ഞതിന്റെ 2-ാം ആഴ്ച ഇൻസ്പെക്ടർ വന്നു. ഖസാക്കുകാർ പതിവ് പോലെ കാണാൻ കാത്തിരുന്നു. ഇത്തവണയും ഇൻസ്പെക്ടറുടെ വരവ് പ്രമാണിച്ച് തോരണം തൂക്കണോ എന്ന് ശിവനാമൻ നായർ അന്വേഷിച്ചു. പക്ഷേ അവർക്കെല്ലാം നിരാശയായി. ചെവിവച്ച പോത്തിൻതോൽ ചെരുപ്പിട്ട്, ചുമലുതുന്നി നിർത്തിയ ചീട്ടിക്കോട്ടിട്ട്, താടി വടിച്ചിട്ടില്ലാത്ത മുഖത്ത് വെള്ളിക്കുറ്റി രോമങ്ങളുമായി ഇൻസ്പെക്ടർ ഖസാക്കിലെത്തി. അന്ത വില്ല് വെച്ച ശിപായിയെ പാര്, അലിയാർ മുത്തുപണ്ടാരത്തോട് പറഞ്ഞു. അവനിരിക്കറ ഫൗർ ഇരിക്കാ ഇസ്പെക്ടർക്ക്. മേഷ്ടര് മൂത്ത് ഇസ്പെക്ടറാണ് നാക്കും എലവ്, മുത്തുപണ്ടാരൻ പറഞ്ഞു. ഉടുമ്പിനോட സത്യം പോലവാ അപ്പിടുതാണ് ഇന്ത കാലത്തിലെ നടക്കറ പെരട്ട്. മൂലയിലിരുന്ന് അള്ളാപ്പിച്ച മൊല്ലാക്ക തന്നോട് തന്നെ പറഞ്ഞു. അവിടെ പെട്ടെന്നൊരു മൂകത വീണു. അവസാനം ആരോ ചോദിക്കാൻ മുതിർന്നു. മൊല്ലാക്ക ഇൻസ്പെക്ടറിനെ കാണാൻ പോണില്ലേ? ഇല്ല. ആരുമൊന്നും പറയാതായി. ആ നിശബ്ദതയുടെ നടുവിൽ ഖസാക്കിന്റെ പുരോഹിതനിരുന്നു. സ്കൂളിലെ മസാൽജി പണി ഏറ്റതിൽ പിന്നെ ശമ്പളം പറ്റാനല്ലാതെ മൊല്ലാക്ക അവിടെ ചെന്നിട്ടില്ല. ആബിദയുണ്ടായിരുന്നപ്പോൾ രവി അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ ശീലിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ പരിസരം വെടിപ്പാക്കാൻ ആരെങ്കിലും വരണമെന്ന് രവി നിർബന്ധിച്ചു. ഓത്തുപള്ളിയിൽ നിന്ന് നിത്യവും ഒരു കുട്ടി വീതം ഊഴമിട്ട് ഞാറ്റുപുര അടിച്ചുവാരാനെത്തി. അവരിൽ പലരും സ്കൂളിലും പഠിക്കുന്നവരായിരുന്നു. ഈ ഏർപ്പാട് ഒട്ടും ചൊവ്വായിരുന്നില്ല. ഓരോ മാസവും രവി നിരീക്കും. അടുത്ത മാസം മൊല്ലാക്കയെ നിഷ്കർഷിക്കാമെന്ന്. അങ്ങനെയാണ് അതൊക്കെ പതിവായി തീർന്നത്. പക്ഷേ അന്നെങ്കിലും മൊല്ലാക്ക വരുമെന്ന് രവി കരുതിയതായിരുന്നു. ഇൻസ്പെക്ടർ എങ്ങാനും ചോദിച്ചാൽ മസാൽജി മുഖം കാണിക്കേണ്ടതുണ്ട്. കാൽപ്പടങ്ങൾ തമ്മിലുരസി പൊടിതട്ടി കാലുകൾ കസേരയിലേക്ക് കയറ്റിവെച്ച് ഇൻസ്പെക്ടർ ഇരുന്നു. താടി വടിച്ചിട്ടില്ലാത്ത ആ മുഖവും അഴിവിന്റെ ഗന്ധവും രവി പിന്നീട് പലവരും ഓർക്കുകയുണ്ടായി. മാഷെ ഇരിക്കുക, ഇൻസ്പെക്ടർ പറഞ്ഞു. പിന്നെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുടച്ചുകളഞ്ഞ്, നല്ല തലവേദന. ഒരു ആസ്പ്രോ കഴിച്ചെങ്കിലോ? രവി ചോദിച്ചു. വേണ്ട. എന്നാൽ ഇത്തിരി വിശ്രമിക്കാം. ഇതിന്റെ പിന്നിലെ താഴ്വാരത്തിൽ കട്ടിലുണ്ട്. ഈ വെയിലത്ത് നടന്നിട്ടാ സാരില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാ. രജിസ്റ്ററും രേഖകളും രവി മേശപ്പുറത്ത് നിരത്തിയിരുന്നു. അതൊക്കെ അവിടെ അടുക്കി വെച്ചോളൂ, ഇൻസ്പെക്ടർ പറഞ്ഞു. പിന്നെ ഒപ്പിടാം, പൂമ്പിഴ്. ഇനി എന്തെന്നോർത്തുകൊണ്ട് രവി നിൽക്കുമ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു. ക്ലാസ് വിട്ടോളൂ മാഷേ. ശിപായി ഒരു പിൻബെഞ്ചിലും രവി ഒരു സ്റ്റൂളിലുമിരുന്നു. കുട്ടികൾ പിരിഞ്ഞുപോകാൻ കൂട്ടാക്കാതെ സ്കൂളിന്റെ പരിസരങ്ങളിൽ പതുങ്ങി നിന്നു. ഞാറ്റുപുരയുടെ ഉടമയെന്ന നിലയിൽ
തേവാരത്ത് ശിവരാമൻ നായർ സ്കൂളിന്റെ മുമ്പിലെ ചവിട്ടടിപ്പാതയിലൂടെ 2 ചാൽ നടന്നു.